أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എ അബൂബക്കർ സാഹിബ്, വേദിയിൽ ഇരിക്കുന്ന നേതാക്കൾ, പ്രിയങ്കരായ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, എൻ്റെ സുഹൃത്തും അതുപോലെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുമായ പി ഖാലിദ് മാസ്റ്റർ, അതുപോലെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ വി എ കെ തങ്ങൾ, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, അതുപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള, വാർഡ് മെമ്പർ പി ഉമ്മർ സാഹിബ്, അതുപോലെ വാർഡ് ജനറൽ സെക്രട്ടറി സി കെ മുസ്തഫ, അതുപോലെ ഇതിൻ്റെ സംഘാടകരായ സുഹൃത്തുക്കൾ കെ ടി അബ്ബാസ്, സർവോപരി എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച ഈ അമ്പലക്കടവ് പ്രദേശത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിലേറെ പങ്കുവഹിച്ച എൻ്റെ ബഹുമാന്യ സ്നേഹിതനും പണ്ഡിതനുമായ ഞങ്ങളുടെ നാട്ടുകാരൻ പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും STUവിൻ്റെയും പ്രവാസി ലീഗിൻ്റെയും കർഷക സംഘത്തിൻ്റെയും KMCCയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാഹ്, ഈ പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രമായി ഇവിടെ ബാഫഖി തങ്ങൾ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ബഹുമാന്യരായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഒരു ഓഫീസ് ഒരു പ്രദേശത്ത് വരിക എന്നുള്ളത് എല്ലാവർക്കും ആശയ്ക്കും അതുപോലെ ആവേശത്തിനും വക നൽകുന്ന കാര്യമാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹൃത കേന്ദ്രം, മസ്ലഹത്തിന് ഒരു ആശാ കേന്ദ്രം, അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ പറയാനും അതിന് പരിഹാരം കാണാനുമുള്ള ഒരു സങ്കേതം, അതാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകൾ. ലീഗ് ഓഫീസ് റെയ്ഡ് ചെയ്താൽ കണ്ണൂരിൽ കാണുന്നത് പോലെയൊന്നും മുസ്ലിം ലീഗ് ഓഫീസിൽ കാണാറില്ല. ഏറി വന്നാൽ 2 കെട്ട് ചാക്കുന്നൂർ, അതിലപ്പുറം വന്നാൽ ഒരല്പം മൈദ, എന്തെങ്കിലും ഒക്കെ ഒട്ടിക്കാൻ മറന്നുപോയ പോസ്റ്റർ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഞങ്ങളുടെ പതാക എന്നതിലപ്പുറം മുസ്ലിം ലീഗിന്റെ ഓഫീസിനകത്ത് ജനങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാ മുസ്ലിം ലീഗിന്റെ പതാക എവിടെയെങ്കിലും ഭാരിക്കളിച്ചാൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പുതുതായി നാമ്പെടുക്കുന്നത് പോലെയല്ല സമൂഹം അതിനെ വിലയിരുത്തുന്നത്. കാരണം നമ്മെക്കുറിച്ചൊരു ബോധ്യവും ഉണ്ട് ഈ നാടിന്. ഈ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ മറ്റു സമുദായങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അംഗീകാരം വാങ്ങി തരക്കേടില്ല എന്ന് മാത്രമല്ല, മക്കളെ നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ എന്ന് ആരെങ്കിലും പറ്റി പറയുന്നുവെങ്കിൽ
അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ദിനേന പേരുമാറ്റുന്ന ആളുകളുണ്ട്. ആ സാധുക്കൾ മനസ്സിലാക്കിയത് പേരുമാറ്റലാണ് പ്രധാനമെന്നാണ്. എന്നാൽ പേരുമാറ്റമല്ല, പെരുമാറ്റമാണ് പ്രധാനം എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുക. പെരുമാറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇതര സ്റ്റേറ്റുകളിൽ ഇസ്ലാമിന്റെ രംഗപ്രവേശം പോലെ അല്ലല്ലോ നമ്മുടെ കേരളത്തിലും. കേരളത്തിൽ എല്ലാറ്റിലും ഒരു വ്യത്യസ്തതയുണ്ട്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ പാല് കൊടുക്കുകയും കിടക്കാൻ പായ കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർക്കൊരു ജീവിത പങ്കാളി വേണമെന്ന് ആഗ്രഹിച്ച് തങ്ങളുടെ അരമനയിൽ നിന്ന് തമ്പുരാട്ടിമാരെ വരെ പരിശുദ്ധമായ ഇസ്ലാം മത ആശ്ലേഷണത്തിന് ശേഷം ഒന്നിച്ചു കഴിയാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവർക്ക് നമ്മുടെ നന്മകളെ കുറിച്ച് ഏറെ ബോധ്യമാണ്. ഇവിടെ മറ്റു രാജ്യങ്ങളെ പോലെ മുഗളന്മാര് ഭരിക്കുകയോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുകയോ ചെയ്യാത്ത നാട്ടിൽ ഇത്രയേറെ വളർന്നു പന്തലിച്ചത് എങ്ങനെയാണ്? പഠിക്കേണ്ടതാണ്. എന്തൊരു നല്ല സൗഹൃദം! മങ്ങാട്ടച്ഛൻ ഒരച്ഛനായിക്കൊണ്ട് തന്നെ കുഞ്ഞായി മുസ്ലിയാരുമായി സൗഹൃദം ഉണ്ടാക്കി കാണിച്ചു. കുഞ്ഞായി മുസ്ലിയാർ ഒരു മുസ്ലിയാരായിക്കൊണ്ട് തന്നെ മങ്ങാട്ടച്ഛനുമായി സൗഹൃദം ഉണ്ടാക്കി കാണിച്ചു. അങ്ങനെ ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രനും നിസ്കാര തഴമ്പുള്ള നിസാർ അഹമ്മദും കുരിശ് ധരിച്ച കുര്യാക്കോസും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ നാട്ടിൽ കഴിഞ്ഞു. ഇവിടെ ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ നാടാണ്. ഇവിടെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും ഡിസംബർ മാസത്തിലെ ബൈബിള് പാരായണവും റമദാൻ മാസത്തിലെ ഖുർആൻ പാരായണവും അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന മണ്ണാണ്. ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കേടുപാട് വരുമ്പോൾ കാവൽ നിൽക്കാൻ അണികളെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഏതെങ്കിലും പള്ളികൾ നിർമ്മിക്കുമ്പോൾ അതിൽ സംഭാവന തരാനുള്ള സഹോദര സമുദായാംഗങ്ങൾ വരെ തയ്യാറാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു നാട് വേറെയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്ര മാന്യത പുലർത്തി അയൽവാസിയായ ജാനകി വിരുന്നിന് പോകുമ്പോൾ ജമീലാന്റെ കയ്യിൽ വിശ്വസിച്ച് താക്കോലേൽപ്പിക്കുന്ന നാട്, പരസ്പര സൗഹൃദത്തിന് കേളികേട്ട നാടാണ് ഈ നാട്. ഈ നാട്ടിൽ നമ്മൾ കാണിച്ചത് എന്താ? ഈ അനുയായികളെ മുഴുവനും മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ, അവർക്കൊരു ചോദ്യചിഹ്നമായി മാറാതെ, രാജ്യത്തിന്റെ ഭരണഘടനക്കും അതേപോലെ തന്നെ ജുഡീഷ്യറിക്കും ഒരു വലിയ ഭാരമാകാതെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോ ഇവർ തരക്കേടില്ല എന്ന് മാത്രമല്ല, ഇവരെ വളർത്താൻ പറ്റുന്ന ആളുകളാണ് എന്ന് വരെ ആളുകൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് മക്കളെ ഗുരുവായൂർ മണ്ഡലത്തിൽ PKK ബാബ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ 2 ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് നമ്മളല്ലാത്ത ആരോ നേർച്ച നേർന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോഴത്തെ നമ്മുടെ 20 MLA-മാരിൽ 2 ആൾ അബ്ദുൾ റസാഖ് എന്ന റദ്ദുച്ചയും എന്നെ നെല്ലിക്കുന്നും കാസർഗോഡ് നിന്നാണ്. ആ മണ്ഡലത്തിൽ എന്താ സ്വഭാവം എന്നറിയോ? 65% ഹൈന്ദവരാണ്, ബ്രാഹ്മണന്മാരായ ഹൈന്ദവർ എന്ന് പറയാം. 65, ഞാൻ പറയുന്ന അക്കം നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. പിന്നെ 100-ൽ 35 35 മുസ്ലിങ്ങൾ ഉള്ളൂ. ഈ 35 ഒന്നായിട്ട് വോട്ട് ചെയ്താൽ പോലും കോണി ജയിക്കില്ല. കാരണം 35-നേക്കാൾ വലുതാണല്ലോ 65. എന്നാൽ ഈ 35-ൽ തന്നെ INL, PDP, സുഡാപ്പി എല്ലാം ഉണ്ട്. ഇതെല്ലാം ആറ്റി കിഴിച്ച് കുറുക്കി അരിച്ച് പൊടിച്ച് അവസാനം നോക്കിയാൽ എത്ര കിട്ടും? അങ്ങനെയുള്ള സ്ഥലത്താണ് ഹരിവാളിനോടല്ല താമരയോട് മല്ലടിച്ച് ഹൈദരലി തങ്ങളുടെ കോടി 10,000-കണക്കിന് ലീഡിന് ജയിച്ചു വരികയാണ് കാസർകോട്ടും മഞ്ചേശ്വരത്തും. അതാണ് ഈ നാടിന്റെ സ്വഭാവം.
അങ്ങനെ ഒരു നാട് വേറെയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഈ അണികളെ ഇങ്ങനെ നന്മ പഠിപ്പിച്ച് മറ്റു സമുദായക്കാരടക്കമുള്ള നേതാക്കൾ മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ ശീലിപ്പിച്ചു. ഇന്ന് ഞങ്ങളെ ജാതീയമായി എതിർക്കുന്ന ചില രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട്. അവര് പഠിക്കണം, അവരുടെ മുത്തപ്പന്മാരൊക്കെ മലബാറിൽ വന്ന് മത്സരിക്കുമ്പോ വോട്ട് ചെയ്യാൻ ആളുകൾ പോയില്ല, ജാതി പറഞ്ഞിട്ട്. മഹാനായ എന്റെ പൊന്നു ബാഫക്കിത്തങ്ങളാ പറഞ്ഞത്. ബാഫക്കിത്തങ്ങളോട് എന്റെ പൊന്നു CH പറഞ്ഞത്, തങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ അവര് പുറത്തിറങ്ങും, വോട്ട് ചെയ്യും. അറക്കൽ ബീവിമാർ വരെ അറയിൽ നിന്നിറങ്ങി അരങ്ങത്തേക്ക് വന്ന് തെരഞ്ഞെടുപ്പിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത് വന്യരായ ബാഫക്കിത്തങ്ങൾ കൽപ്പിച്ച ശേഷമാണെന്ന് കേരളത്തിന്റെ ചരിത്രം പറയുന്നു. അങ്ങനെ ശീലിപ്പിച്ചു ഞങ്ങൾ കരുണാകരന് വോട്ട് ചെയ്യാൻ. അവിടെ ജാതീയത മതേത നോക്കിയില്ല. തിരൂരങ്ങാടിയിൽ ഞങ്ങൾ ആന്റണിയെ കൊണ്ടുവന്നപ്പോ എന്തൊക്കെയായിരുന്നു. അബ്ദുൽ നാസർ വാഴരി പറഞ്ഞു, എങ്ങനെ ജയിക്കാനാ, പള്ളി പൊളിച്ച കൈപ്പത്തി. ഹംസാക്ക ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ ഇറങ്ങി. ഹംസാക്ക പറഞ്ഞത് എന്താ? ഹംസാക്ക പറഞ്ഞത് ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ജാതി. മാത്രമല്ല മൂപ്പര് പരിചയപ്പെടുത്തി, ഞങ്ങളെ സ്ഥാനാർത്ഥിയെ കണ്ടില്ലേ, ഇത് എന്നെ കരീം, ഒരു നല്ല മുസൽമാൻ. നല്ല മൂപ്പര് ജുമാക്കൊന്നും പോകില്ല. അങ്ങനെ ഒരു മുസൽമാനെ നമ്മൾ ആദ്യമായിട്ട് കാണുക. പണ്ടൊരു ചങ്ങാതി പറഞ്ഞു, എനിക്ക് വല്യപ്പാനെ നല്ല പേടിയാണ്, ഞാൻ തറവാട്ടൊന്നും പോകില്ല. അള്ളാനി നല്ല പേടിയാണ്, ഞാൻ പള്ളിക്കൊന്നും പോകില്ല. അതിൽപ്പെട്ടൊരു മുസൽമാനാണ് എന്നെ കരീം. എന്നെ കരീമിനെ ഇരുത്തി ഇയാൾ മുസൽമാനാ, മറ്റാൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ചിലര് പറഞ്ഞു, പാണക്കാട്ടെ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന് കച്ചവടം ചെയ്തിരിക്കുന്നു, ലീഗുകാർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി. അപ്പോഴാ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഞങ്ങൾ ക്യാമ്പിലും ക്ലാസ്സിലും കുടുംബയോഗം സംഘടിപ്പിച്ച് കോണി കോണി മറക്കല്ലമ്മ എന്നിങ്ങനെ ബോധ്യപ്പെടുത്തി പോകുമ്പോ അബ്ദുൽ നാസർ വാഴരി ഒരു ഭാഗത്തും DK ഹംസ മറുഭാഗത്തും നിന്നുകൊണ്ട് എന്ത് കോണി, എന്ത് കൈപ്പത്തി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുമ്പോ പരപ്പനങ്ങാടി ബീച്ചിൽ കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മാരെ തടഞ്ഞു നിർത്തി പത്രക്കാരൻ. അന്ന് ചാനലുകാരന്റെ ഫിത്തനയുടെ ടവർ എവിടെയും പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പത്രക്കാരായിരുന്നു. പത്രക്കാർ, മാതൃഭൂമിയുടെ ലേഖകൻ പേനയെടുത്തു കൊണ്ടുവന്ന് ഒരു വല്യമ്മാനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, അല്ല വല്യമ്മ, ഇത്രയും കാലം ഈ കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ കൈപ്പത്തിക്ക് ചെയ്യാ? ഇത്രയും കാലം ഈ കോണിക്ക് തന്നെ വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ കൈപ്പത്തിക്ക് ചെയ്യാ? ആ വല്യമ്മ നിലത്ത് കഴിഞ്ഞിരുന്ന ഒരു കൊള്ളിയെടുത്തിട്ട് പറഞ്ഞു, മോനെ ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ടെ കുട്ടിയോട് പറഞ്ഞാൽ വോട്ട് ദിമ്മുണ്ടാവും, ചിലക്കാതെ പടവിടുന്ന അറിയോ. പിറ്റേ ദിവസം തിരൂർ പോളിടെക്നിക്കിൽ വോട്ടെണ്ണിയപ്പോൾ ഔക്കാദർ കുട്ടിനഹക്ക് തിരൂരങ്ങാടി നൽകിയതിനേക്കാൾ, അബ്ദുറബിന് പിന്നീട് തിരൂരങ്ങാടി നൽകിയതിനേക്കാൾ വമ്പിച്ച ലീഡ് AK ആന്റണിക്ക് നൽകി. പട്ടും വളയും നൽകി, പച്ച പരവതാനി വിരിച്ച് കേരളത്തിന്റെ അധികാര ഗോപുര നടയിലേക്ക് ആന്റണിയെ നടത്തിക്കൊണ്ടുപോയ പാർട്ടിയാണ് ഈ തങ്ങളുടെ പാർട്ടി. ഈ പാർട്ടിയെ നോക്കിയാണ് ചില പ്രമാണിമാര് പറയുന്നത്, നിങ്ങൾ ജാതി നോക്കി മതം നോക്കി കാര്യങ്ങൾ പറയുന്നവരാണ്. ഞങ്ങൾ അണികളെ പഠിപ്പിക്കുക. ആര് വന്നാലും കൂട്ടത്തിൽ ആരാണോ മുന്നണി സംവിധാനം അവരെ ജയിപ്പിക്കുക. ഞാനിവിടെ വരുമ്പോൾ എന്റെ സുഹൃത്ത് പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 ഘട്ടമായാൽ പകരം വരുന്നത് BJP ആണ്. അല്ലാത്തൊരു ചിത്രം ഇന്ത്യയിലില്ല. മാർക്സിസ്റ്റ് സ്നേഹിതന്മാർ ഇപ്പോഴും പറയുന്നു മൂന്നാം മുന്നണി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പരേതനായ 3-ാം മുന്നണി എന്ന് വേണമെങ്കിൽ പറയാം. പ്രകാശ് കാരാട്ട് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പറഞ്ഞത് ഇനി 3-ാം മുന്നണിക്ക് പ്രസക്തിയില്ല എന്നാണ്. പന്ന്യൻ രവീന്ദ്രന്റെ അഖിലേന്ത്യാ അമീറായ ബർദാൻ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, തെരഞ്ഞെടുപ്പിൽ 3-ാം മുന്നണിയുടെ പ്രസക്തി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കുന്നു. അങ്ങനെ ഉണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടൊരു നിശ്ചയം ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം നിശ്ചയമാണ്, പിന്നീട് കല്യാണം, അതിനുശേഷം പിന്നെ എന്ത് ചർച്ച. നിങ്ങൾ കണ്ടോ, BJPയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ച കെജ്രിവാൾ 48 ദിവസമാണ് ഭരിച്ചത്. എല്ലാരും പറഞ്ഞു ഞാൻ ആം ആദ്മിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ചിലയിടത്തൊക്കെ. വെറുതെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു ഞാൻ ആം ആദ്മിയാണ്. ഒന്നിലും പെടാതെ അങ്ങനെ നിന്നാൽ
എന്താ ആം ആദ്മി ഉണ്ടാക്കി തീർത്തത്? ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാക്കി. ഖജനാവിൽ എത്ര കോടി ചെലവാണ്? അവനാന്റെ രാഷ്ട്രീയ ചെലവ് പോട്ടെ, സ്ഥാനാർത്ഥിയുടെ ചെലവ് പോട്ടെ, രാജ്യത്തിന്റെ നികുതി പണത്തുനിന്ന് എത്ര ചെലവാണ്? ഇയാൾ മത്സരിച്ച് ജയിച്ച സ്ഥിതിക്ക് പറയേണ്ടിയിരുന്നു, എന്റെ ജനവിധി കോൺഗ്രസിനും BJPക്കും എതിരായിട്ടുള്ള ജനവിധി, അതുകൊണ്ട് ആരെ പിന്തുണയും വേണ്ട, ഞാൻ അങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പകരം പറയാ, പ്ലീസ് കോൺഗ്രസ്, ഞങ്ങളല്ലേ നിങ്ങളെ തള്ളി താഴത്തിട്ടത്, പ്ലീസ് ഒന്ന് ഞങ്ങൾക്ക് പിന്തുണ തരും. ഏത് കോൺഗ്രസിനെയാണോ അടിച്ചിട്ടത് ആ കോൺഗ്രസിനോട് പറയും, ഞങ്ങളൊന്ന് പിന്തുണ തരുമോ, ഞങ്ങളൊന്ന് ഭരിക്കട്ടെ. എന്താ അതിന്റെ അർത്ഥം? ഏതെങ്കിലും ഒരു ടീമിന്റെ പിന്തുണയില്ലാതെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? VP സിംഗ് മുമ്പത്തതൊക്കെ മറക്കുക, നമുക്കൊക്കെ ഓർമ്മ വെച്ച ശേഷം VP സിംഗ് എങ്ങനെ പ്രധാനമന്ത്രിയായത് അത് പറയുമ്പോൾ അത്ര മനസ്സിലാവില്ല. VP സിംഗ് എപ്പോഴാ രാജിവെച്ചത്? അദ്വാനി പിന്തുണ പിൻവലിച്ചപ്പോ. അപ്പൊ VP സിംഗ് അവിടെ നിന്നിരുന്നതോ അദ്വാനി താങ്ങിയപ്പോൾ. വ്യക്തമാണ്, ചിത്രം വ്യക്തമാണ്. BJPയുടെ പിന്തുണയോടുകൂടിയാ ഭരിച്ചത്, അതുകൊണ്ടാണ് BJP പിന്തുണ പിൻവലിച്ചപ്പോ ആ ഗവൺമെന്റ് വീണത്. അപ്പൊ ചിത്രം അതാണ്. മൂന്നാം മുന്നണി എന്ന് പറയുന്നത് എന്റെ മാർക്സിസ്റ്റ് സ്നേഹിതന്മാരുടെ അഖിലേന്ത്യാ ഇമാമാരാണ്. പ്രകാശ് കാരാട്ടിന് ആം ആദ്മി ഇപ്പോൾ ജയിച്ച ഡൽഹിയിൽ വോട്ടുണ്ടായിരുന്നു. വോട്ട് കഴിഞ്ഞു. നമ്മൾ നെറ്റിൽ ചെക്ക് ചെയ്തപ്പോ എന്താ സ്ഥിതി എന്നറിയോ? പ്രകാശ് കാരാട്ടിന്റെ കൈമൽ മഷീന്റെ വോട്ട് ചെയ്തത്. പക്ഷെ അരിവാൾ ചുറ്റികൾക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ല, അരിവാൾ കതിരിനില്ല, ചർക്കക്കില്ല, ചക്രത്തിനുമില്ല. ഒരു മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥി ഇല്ല. പിന്നെ ആർക്ക് വോട്ട് ചെയ്തു? കൽക്കത്തയിലേക്ക് മുങ്ങി ബർദാൻ, അയാൾക്ക് വോട്ടുള്ള മണ്ഡല. CPIയുടെ നേതാവ് ബർദാൻ. മൂന്നാം മുന്നണി എന്തെങ്കിലും നാടൊട്ടുക്കും പറയുന്ന ആളാണ്. മൂപ്പര് വോട്ട് ചെയ്യാതെ മുങ്ങി. നോക്കണങ്ങള്, നമ്മുടെ നാട്ടിലൊരു മുദരിസ് പറയാണ്, വക്തിന് പള്ളിക്ക് വരണം, അത് അവ്വൽ ജമാഅത്തിൽ നിസ്കരിക്കണം, മാത്രമല്ല ജമാഅത്തായി നിസ്കരിക്കണേന് 27 ദർജ കൂലിയുണ്ട്. ഇതൊക്കെ പറഞ്ഞ ആള് ബാങ്ക് കൊടുത്തേക്ക് മുങ്ങുക. എങ്ങനെ ഉണ്ടാവും കഥ? എങ്ങനെയുണ്ട് കഥ? എന്ന പോലെ ബർദാൻ നടന്ന് മൂന്നാം മുന്നണി എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വോട്ടും കൂടി ചെയ്യാതെ സാധു ചെയ്യുന്നു, കൽക്കത്തയിലേക്ക് മുങ്ങി. ആനി രാജ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. D രാജയുടെ ഭാര്യ സഖാവ. ആർക്കാ വോട്ട് ചെയ്തത്? ഒരു പിടുത്തില്ല. കാരണം ഇവരുടെ സ്ഥാനാർത്ഥി ഇല്ല. ഇവരൊക്കെ BJPക്ക് കളമൊരുക്കി കൊടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പൊ കേരളത്തിൽ കണ്ടില്ലേ, എത്രയോ സഖാക്കളെ വെട്ടിക്കൊന്ന RSSകാരെ കൊലയായി സ്വീകരിക്കുകയാണ്. കൊലപാതകത്തിലെ പ്രതികളായവരെ കൊലയായി CPM ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ചന്ദ്രശേഖരനുണ്ട് സ്വീകരിച്ചുകൂടായിരുന്നു? ഇല്ല. മടിയിൽ കനമുള്ളവനെ കാക്കുകയും മനസ്സിൽ കനിവുള്ളവനെ നീക്കുകയും ചെയ്യാം ഇപ്പൊ പാർട്ടിയുടെ പണി. എന്തേ ചന്ദ്രശേഖരനെ സ്വീകരിച്ചില്ലല്ലോ. എന്നപ്പോ വാസുമാസ്റ്ററും ഇവരൊക്കെ വന്നപ്പോ സ്വീകരിക്കുകയാണ്. എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ TV-യിലൊക്കെ ചർച്ചയിൽ നമുക്ക് ബോധ്യമാണ്. പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിനെ എല്ലാവരും ചാനലിലിട്ട് ഇങ്ങനെ മേടുമ്പോ ഒരു മേട്ടം BJPയുടെ വകയുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായി നമ്മുടെ ഷിപ്പൂറിന്റെ വധവുമായി ബന്ധപ്പെട്ട് ജയരാജൻ അറസ്റ്റ് ചെയ്തല്ലോ. അന്ന് സുരേന്ദ്രൻ പറയാണ് കോടതിയിൽ എടുത്ത് വയച്ചിക്കണെന്ന്. അന്ന് മുതൽ എനിക്ക് ഇങ്ങനെ ബോധ്യായി, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ എന്തൊക്കെയോ ഇവര് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ മനോഹരമായി നടക്കാൻ പോവുക പല സ്ഥലങ്ങളിലും. അതിനാണ് ജാതിക്കാരുടെ ഇറക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ഒരു എന്റെ എളിയമ പറയാറുണ്ട്, എന്താ കവറ് മാറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊണ്ടൊക്കെ നമ്മളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു സൽക്കാരം ഉണ്ടാവും, തേട്ടം എന്ന് പറയും. ഇവിടെ അങ്ങനെയാണോ അറിയില്ല. അന്ന് പുതിയാപ്പള വരുമ്പോ ബാർബർ അവസാൻ അല്ലേ, മൂപ്പരൊരു കണ്ണാടി കാണിച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. കണ്ണാടി കാണിക്കും. ആ കണ്ണാടി കാണിച്ച മൂപ്പർക്ക് എന്തെങ്കിലും ഒരു കവറിലിട്ട് കൊടുക്കും. അന്ന് തന്നെയാണ് അമ്മായിമകൾക്ക് മോതിരടല്ലോ, അമ്മായിമാർക്കും കൊടുക്കും ഇതേപോലെ ഒരു കവർ. അപ്പൊ ഇവ 2 കവർ കരുതി വെച്ച് ഒന്നിലൊരു 50, ഒന്നിൽ 2500. അന്നൊരു പവൻ 2500 സമയം. ഈ സാധുവിനെ അമ്മായിമാർക്ക് ഇങ്ങനെ കൊടുത്ത് കവറിട്ട് അമ്മായി വേണമെന്ന വാങ്ങും വേണം, എന്നാലോ വാങ്ങിയില്ലാന്ന് തോന്നും വേണമെന്നുള്ള തിരക്കിനിടയിൽ 2 കവറും നിലത്ത് വീണിട്ടായി ഒന്നെടുത്തിട്ട് അമ്മായിമാർക്ക് കൊടുത്തു. പിന്നെ ഇങ്ങനെ വരുമ്പോഴൊന്ന് അമ്മായിമാർക്കൊന്ന് മുഖത്ത് നോക്കി ഒരു ചോരപ്പച്ചല്ല, ഒരു പ്രത്യേക കാട്ടിക്കൂട്ടൽ, ഇജ്ജ് വാണങ്ങ തിന്നോ, ഇജ്ജ് തിന്നിലാച്ചിട്ട് കൊലക്കണമെന്നൊക്കെയാണ് അമ്മായിമാന്റെ ഒരു വർത്തമാനം. നേരെ മറിച്ചോ ബസ് ഇറങ്ങുമ്പോ അപ്പൊ ബാർബർ മുടിയിട്ടിടുന്ന പാഞ്ഞുതരാ, മാണിക്കല്ലേ കരളെ എന്താ എന്റെ വർത്താനം, എന്നെ എത്ര കാലമായി കണ്ടിട്ട്. തീരെ സ്നേഹമില്ലാത്ത ബാർബർക്ക് മരണ സ്നേഹം, അമ്മായിമാർക്കാണെങ്കിൽ മരണ ദേഷ്യം. എന്താന്നൊരു പിടുത്തമില്ല. നോക്കുമ്പോ എന്താ കവറ് മാറിയതാണ്. അമ്മായിമാർക്ക് കണ്ടത് ഒസാരം കൊടുത്ത് ഒസാരം കൊടുക്കേണ്ടത് ഇയാൾക്കും.
മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഒരു കവർ മാറ്റം നടത്തിയിരിക്കുന്നു. കേരളത്തിൽ സാധാരണ സഖാക്കളോട് പറയേണ്ട രാഷ്ട്രീയമല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ കോൺഗ്രസിനെതിരെ. നിങ്ങൾ കണ്ടോ, രാജ്യം കുട്ടിച്ചോറാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാ. പ്രധാനമന്ത്രി ആര് എന്നൊരു ചർച്ചയില്ല. NDA മുന്നണി വന്നാൽ പുതിയാപ്പള്ളം തീരുമാനിച്ചു. ഇങ്ങനെ കേരളം ഇന്ത്യയിൽ മുമ്പുണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു പദവി തന്നെ ഇന്ത്യയിൽ ആരും കേട്ടിട്ടില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നൊക്കെ. പക്ഷെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. തീരെ കേരളത്തിൽ സ്വീകരിക്കാത്ത സംഘടനകൾ അയാൾക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. ജാതീയമായ കലക്കലുകൾ നടത്തിയിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുക എന്ന് കൂലങ്കഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് പറയാനാ ഹൈദരലി തങ്ങൾ സുബഹിക്കേ കൺവെൻഷൻ നടത്തി നേരത്തെ. അപ്പൊ ചിലർക്ക് സംശയം, എന്താ അത്ര നേരത്തെ, ലീഗ് എങ്ങാ ഒറ്റക്ക് നിൽക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ അസറിന്റെ ശേഷം കാര്യം തിരിയുന്നവരല്ല. ഞങ്ങൾ വളരെ നേരത്തെ, ഇതിന് മുമ്പ് ഞങ്ങൾ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, രാജ്യ നന്മക്ക് മതേതര കൂട്ടായ്മ. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ബോലോ ഭാരത് മാതാക്കി എന്ന് അദ്വാനി വിളിച്ചാൽ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി വാജ്പേയി മാത്രം. 2 ആള്. മക്കളെ ഒറ്റയടിക്കാണ് അത് 86 ഒറ്റയടിക്ക് 86. അന്നും ഈ സഖാക്കളൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇതൊന്നും വലിയ വിഷയമല്ല, ഫാസിസോ ആഗോളാണ് വലിയ വിഷയം, കുത്തകയാണ് വിഷയം, അമേരിക്കയാണ് വിഷയം എന്ന് പറഞ്ഞിരുന്നു. എന്നാലോ കുത്തനെ കൂടി BJPയുടെ അംഗസംഖ്യ 2ൽ നിന്ന് 86. മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കിയപ്പോ 4ൽ നിന്ന് 5 ആയപ്പോ പലരും കാണിച്ച ബേജാറ് BJPക്ക് 2ൽ നിന്ന് 86 ആയപ്പോ ആരും കാണിച്ചിട്ടില്ല. 86 ആളുടെ ഒരു ജാഥയാ പാർലമെന്റിലേക്ക് വന്ന്. നോക്കൂ നിങ്ങൾ, ലീഗിന് 2 ആളുണ്ടെങ്കിൽ 286 ആയാൽ നമ്മളൊരു സന്തോഷം എന്തായിരിക്കും? BJPയുടെ ഒരു ജാഥയാ കടന്നു വന്നത്. ആ ടീമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 100ൽ പരം 100 ചില്ലറ സീറ്റുകൾ. അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ ചെയറിൽ വന്നിരുന്നു അദ്വാനി. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കാണ്. ഞങ്ങൾ പറഞ്ഞു, സഖാക്കളെ AKG ഇരുന്നിരുന്ന കസേരയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോഴും ഇവർ പറഞ്ഞു കോൺഗ്രസിനെതിരെ, BJPക്കെതിരെ. ഇത് പറയാതല്ലാതെ അധികാരത്തിൽ എങ്ങനെ ഇവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല. BJPയുടെ പിന്തുണയോടുകൂടി ഭരിച്ച ഗവൺമെന്റിൽ ഈ രാജ്യത്ത് CPIയുടെ നേതാക്കൾ വരെ ആ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ചതുരാനൻ മിശ്ര, അതിനകത്ത് ആഭ്യന്തര സഹമന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ വേറെ പരിപാടി എന്താണെന്നറിയോ? ഇതേപോലെയുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ചിലയിടത്ത് കോൺഗ്രസിന്റെ ഒപ്പം, ചിലയിടത്ത് കോൺഗ്രസിനെതിരെ, ചിലയിടത്ത് രണ്ടിന്റെയും കൂടി നടുവില്, ചിലയിടത്ത് എല്ലാവർക്കും എതിര്, ചിലയിടത്ത് നിഷ്പക്ഷം, ചിലയിടത്ത് ആരെയും പിന്തുണക്കാതെ മുങ്ങുക. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയിൽ പോയ പോലെ. വാച്ച് നേരാക്കുന്ന കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചിയും കൂടി 6ലേക്ക് തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ആ കടക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാപ്പയെന്ന്? അത് ഓൻ്റെ ഒരു കച്ചവടമാണ്, അത് ഓൻ്റെ ഒരു പരിപാടിയാണ്. ഇവിടുത്തെ സഖാക്കൾ എന്താ നിലപാട്? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താ? BJP അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ പദ്ധതിയുമായി വരികയാണ്. ഞങ്ങൾ പറയുന്നത് എന്താ? രാജ്യം നന്നാവണോ? മതേതര ചേരികൾ ഒന്നിച്ചു നിൽക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റണം എന്ന് ഹൈദരലി തങ്ങൾ പറയുന്നത് എന്തിനാ? ഗ്യാസ് പറഞ്ഞ്, വില പറഞ്ഞ്, പ്രശ്നങ്ങൾ പറഞ്ഞ്, പാണക്കാട്ടെ തങ്ങളെ ചീത്ത പറഞ്ഞത് പറഞ്ഞ് പലരും വിശ്വാസിലാക്കും. ഇതിന്റെ ഉള്ളിൽ ജയിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് വ്യക്തമായത് കൊണ്ട് ആ മുസ്ലിം ലീഗ് നടന്നു പറയുന്നത്, മക്കളെ ഒരു മുസീബത്ത് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇഷാറത്താകണം. ഞങ്ങളുടെ ഡ്യൂട്ടി അതാണ്. ഒരു ടീമായി പോകേണ്ട സമയത്ത് അങ്ങനെ പോകണം. ഇപ്പൊ ഷെറഫ് അലി ഉണ്ട് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിൽ, IM വിജയനും ഉണ്ട്. പക്ഷേ ഷെറഫ് അലി IM വിജയന് സൈഡിട്ട് കൊടുക്കാൻ നിൽക്കുമ്പോ ഈ പട്ടികജാതി അല്ലേ കണ്ടിട്ട് ജന്മത്തിൽ ഇന്ത്യക്ക് ഗോളടിക്കാൻ പറ്റുമോ? ജന്മത്തിൽ ഗോളടിക്കാൻ പറ്റും. ഇപ്പൊ അതിന്റെ സമയമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നിശ്ചയത്തിന് പോകും കാരണവന്മാർ. ഈ കാരണവന്മാരിൽ ഒരാൾക്ക് എന്നോ 10,000 രൂപ തരാനുള്ള ഉണ്ടാവും എന്നാ വണ്ടിയിൽ. പക്ഷെ മറ്റൊരു മഹലിൽ പോയി അവിടെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? നിശ്ചയമൊക്കെ ഒന്ന് മനോഹരമായിട്ട് പിന്നെ വേറെ വല്ല ഇടായൊന്നും കാണാന്നല്ലാതെ. ഇതാ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം. എന്നെ കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാർ ഇതൊന്നും ചിന്തിക്കുന്നില്ല. അവരിപ്പോഴും ഈ അന്ധമായ കോൺഗ്രസ് വിരോധം. എന്നാൽ ഞങ്ങൾ കണ്ടോ, രാജ്യത്തിന്റെ നന്മക്ക ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളെ കണ്ട് പഠിക്കും.
ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്യുന്നത് നന്മയാണ്. മഅദനിയുടെ അടുത്തേക്ക് രണ്ടത്താണി അബ്ദുറഹിമാനെയും ഒരു ഇ.ടി. മുഹമ്മദ് ബഷീറിനെയും പറഞ്ഞയച്ച പാർട്ടിയാ ഞങ്ങളുടെ പാർട്ടി. രാഷ്ട്രീയ ശത്രുവിനോട് സ്വീകരിക്കേണ്ട ഒരു മാന്യത. അയാൾ കഷ്ടപ്പെടുമ്പോ അങ്ങനെയല്ല. മഅദനി തന്റെ ചോരയും നീരും ഏറെ ചെലവഴിച്ചത് CPM-ന് വേണ്ടിയാണ്. ഒറ്റപ്പാലത്ത് ഗുരുവായൂരിലെ പാട്ട് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. സമദാനി മത്സരിക്കുമ്പോ സമദാനിയെ തോൽപ്പിക്കാൻ നിങ്ങൾ വെച്ച പാട്ട്, 1-1-1 ഒറ്റപ്പാലം, 2-2-2 ഗുരുവായൂര്. എന്തുണ്ടായി? എല്ലാം നിങ്ങൾ മഅദനിയുടെ നല്ല കാലത്ത് മുഴുവനും നിങ്ങൾ ഊർജം ഊറ്റിക്കുടിച്ചത് LDF-ന് വേണ്ടിയാണ്. ഞങ്ങളുടെ ഭാഗത്തേക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, സാക്ഷാൽ ദ്രോഹം, സ്ഥിരമായ ദ്രോഹം തന്നെ കിട്ടി. എന്നിട്ടും ഒരു വിഷമുണ്ടായപ്പോ ഞങ്ങളുടെ ഇ.ടി. കാണാൻ പോയി. KMCC-യുടെ ബാംഗ്ലൂർ കമ്മിറ്റിയിലെ സുഹൃത്തുക്കൾ പറയാ 7 തവണയെങ്കിലും മഅദനി ഉസ്താദ് കരഞ്ഞു. അദ്ദേഹത്തിന്റെ 2 മക്കൾ ഹൈദരലി തങ്ങളെ വന്ന് കാണുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബിയും ഉമർ മുഖ്താറും. ആ 2 മക്കൾ വന്നിട്ട് തങ്ങളെ, ഞങ്ങളപ്പാന്റെ കാര്യം. ഹൈദരലി തങ്ങൾ ഇ.ടിയോട് പറയാം, അഹമ്മദ് സാഹിബിനോട് പറയാൻ, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഇ.ടിയും UPA സഖ്യത്തിന്റെ മുന്നിൽ അഹമ്മദ് സാഹിബും ആവശ്യമുന്നയിച്ചു. ഹൈദരലി തങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്കറിയോ, അതിനുശേഷമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ആഭ്യന്തരമന്ത്രിമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഇതുപോലെ കുറ്റം എന്താണെന്ന് തെളിയിക്കാതെ ജയിലിലടച്ച് വിചാരണ തടവുകാര്, ശിക്ഷ അനുഭവിക്കണം, തെറ്റ് ചെയ്തോർ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ആർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസം? ലീഗിനെ തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഒരാളെ പിടിച്ചുകൊണ്ടുപോവുക, കുറ്റവാളിയാണെന്ന് തീരുമാനിക്കണില്ല, ചോദ്യം ചെയ്യണില്ല, എങ്ങനെ വിചാരണ തടവുകാരനായി? ഈ ഏർപ്പാട് ശരിയല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദിക്കാനുണ്ടായത് ഞങ്ങളുടെ ആളുകളാണ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയോ ഇയാളെ പിടിച്ചു കൊടുത്തപ്പോ നായനാറുടെ ഫോട്ടോ വെച്ച് ഇറക്കിയ പുസ്തകത്തിൽ ഭരണത്തിന്റെ നേട്ടം ഇയാളെ കൂട്ടിലടച്ചു എന്നുള്ളതാണ്. സൂഫിയ മഅദനി ജാമ്യത്തിന് ചെന്നപ്പോൾ ഇവൾ ജാമ്യം കിട്ടിയാൽ വിദേശത്തേക്ക് കടക്കും എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിച്ചത് കൊടിയേരിയുടെ വകുപ്പാണ്. ഒരു പ്രയാസം വരുമ്പോ നിങ്ങൾ കൂടെ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്, മക്കളെ ശ്രദ്ധിച്ചോ, നരേന്ദ്രമോദി വന്നാൽ എന്താകും? ഒരു മോഡലാ ഗുജറാത്തിൽ കാണിച്ചു തന്നത്. മയ്യത്ത് കൊണ്ട് അമ്മാനമാടി തലയോട്ടി കൊണ്ട് പന്ത് കളിച്ച സാക്ഷാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ എന്താകും സ്ഥിതി എന്ന് കാത്തിരുന്ന് കാണാം. അമേരിക്കയാ മൂപ്പരെ നിയന്ത്രിക്കുന്നത്. ഏത് കുപ്പായിടണം, ഏത് ബട്ടൺസ് വേണം, അയാള് ഇന്ന് എന്തു പ്രസംഗിക്കണം, പേര്, ഓമന പേര്. അമേരിക്കയുടെ ചാര കമ്പനി, ഒരു പരസ്യ കമ്പനിയാണ് തീരുമാനിച്ചത്. നമോ, നരേന്ദ്ര എന്നതിലെ നായും മോഡി എന്നതിലെ മോയും ചേർത്ത് നമോ. നമോ എന്നതിന് ഇന്ത്യയിൽ ഒരു ചെലവുണ്ട്. പൊന്നാനിയിൽ നമ്മൾ മത്സരിക്കുമ്പോ ഹുസൈൻ രണ്ടത്താണിയെ യാ MP എന്നാരോ ഒഴിച്ചു തന്നിട്ട് വലിയ പാളുണ്ടാക്കി. പൊന്നാനിയിൽ ചെലവാകുന്നത് യാ എന്നുള്ള അക്ഷരം, ഇന്ത്യയിൽ ചെലവാകുന്നത് നമോ എന്നുള്ളതാണ്. എന്താ അതിന്റെ അർത്ഥം? ജാതീയപരമായി കളിച്ച് എങ്ങനെയാണോ സീറ്റൊപ്പിക്കുക അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മോഡി എല്ലാ തയ്യാറെടുപ്പോടും കൂടി നേരത്തെ പ്രചരണ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് ഫഹദ് രാജാവിന്റെ സൗദി അല്ല, ഹുസ്നി മുബാറക്കിന്റെ ഈജിപ്ത് അല്ല, കേണൽ ഗദ്ദാഫിയുടെ ലിബിയ അല്ല. ഇതുപോലൊരു നാട് വേറല്ല. വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷ, വേഷം, ഇങ്ങനൊരു നാട് വേറല്ല. വ്യത്യസ്ത സ്വഭാവക്കാരുള്ള ഒരു മഹല്ല് കൊണ്ടുനടക്കാനുള്ള പാട് മഹല്ല് പ്രസിഡന്റിനോട് ചോദിച്ചറിയാം. വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ആചാരങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഒരു അമ്പല കമ്മിറ്റിയെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് അതിന്റെ പ്രസിഡന്റിനറിയാം. എന്തിന്? വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു മക്കളെ കുടുംബം പോറ്റാനുള്ള ബുദ്ധിമുട്ട് ഒരു കുടുംബനാഥനറിയാം. ഈ ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യം. അത് തകരാറായാൽ എന്താ സ്ഥിതിന്റെ നാട്ടിൽ ഉസ്താദ് പറയലുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം ധന്യമാക്കട്ടെ. അദ്ദേഹം പറയാനുണ്ട്, മക്കളെ ഏത് കളിയും നിങ്ങൾ കളിച്ചോളി, ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കരുത്. അതന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെയും പറയാനുള്ളത്. രാഷ്ട്രീയത്തിൽ നന്മയാണ് ലാക്കാക്കേണ്ടത്, ആ വഴിക്ക് നീങ്ങിയില്ല. അപ്പൊ നമ്മൾ ഫാസിസത്തിനെതിരെ ഇങ്ങനെ നീങ്ങി നാടൊട്ടുക്കും പ്രചരണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട്ടായിരുന്നു. ഇന്ന് എല്ലാ മണ്ഡലത്തിലും നടക്കുകയാണ്. എല്ലാ മണ്ഡലത്തിലും യൂത്ത് ലീഗ്. ഞങ്ങൾ മത്സരിക്കാത്തിടത്തും പോയിട്ട്, കൊല്ലത്തെ കൺവെൻഷന് പോയ സമയത്ത് എന്റെ മോള് എന്റെ കൂടെ ഉണ്ടായിരുന്നു.
യൂനുസ് കുഞ്ഞു സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ എന്റെ മോള് ചോദിച്ചു, എന്റെ നമ്മളെ തങ്ങൾ പാപ്പ ഉറക്കൊഴിച്ച് ഇവിടെ വരാൻ നമ്മളെ കോണിക്ക് ആരാവടപ്പം മത്സരിക്കണം? ആ കുട്ടിയുടെ ബുദ്ധി അച്യുതാനന്ദനുണ്ടായില്ലല്ലോ. ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ ഹൈദരലി തങ്ങൾ അവിടെ ലീഗിന്റെ പ്രവർത്തകരോട് പറയാൻ, നമ്മൾ കുറച്ചൊന്നുമില്ല അവിടെ ഒന്ന് പോയി നോക്കണം. ഞാൻ എൻ്റെ യാത്രയിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം ശക്തിയും ഇങ്ങനെ പോയിട്ട് ഈരാറ്റുപേട്ട പഞ്ചായത്ത് ആ പെട്ടിന്റെ പൊട്ടിയാലേ PC ജോർജിന്റെ നീർന്നു നിൽക്കുള്ളൂ, ശ്വാസം വിടുള്ളൂ. 45 കൊല്ലായിട്ട് ലീഗ് ഒറ്റക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ്. മുസ്ലിം ലീഗ് ഒറ്റക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ്. തെക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെ ചെന്നപ്പോ മുസ്ലിം ലീഗിന്റെ സ്വാധീനം നമ്മളെ മണ്ഡല സമ്മേളനത്തെ വെല്ലുന്ന പഞ്ചായത്ത് സമ്മേളനം ഉണ്ട് കായംകുളത്തൊക്കെ. ആ മുനിസിപ്പാലിറ്റിയിൽ സമ്മേളനം കണ്ട് ഞെട്ടിപ്പോയി. നല്ല സ്വാധീനവും ശക്തിയാണ്. മത്സരിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ആകെ 2 MLA-മാരെ CPM-നുള്ളൂ അല്ലെ, പൊന്നാനിയിലും തവനൂരിലും. പക്ഷേ മലപ്പുറത്തൊന്നും ലീഗിൽ മാർക്സിസ്റ്റ് പാർട്ടില്ല എന്ന് പറയാൻ ഒക്കുവോ? ഇവിടെ ഇല്ലേ? PK ബഷീറിന്റെ മണ്ഡലത്തിലില്ലേ? ഉമറിന്റെ മണ്ഡലത്തിലില്ലേ? ഉബൈദുല്ലാന്റെ മണ്ഡലത്തിലില്ലേ? സ്ഥാനാർത്ഥിയില്ല, മെമ്പറില്ല എന്നതുകൊണ്ട് അവിടെ പാർട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടി വരും, അവിടെ ഞങ്ങൾക്കൊന്ന് MLA-മാരില്ലെങ്കിൽ ഞങ്ങളെ പാർട്ടിക്കല്ല ആളുണ്ട്. ഞങ്ങൾ നടന്നു പറയാ. ഇതിൽ തങ്ങൾ ശ്രദ്ധിക്കണേ, തെരഞ്ഞെടുപ്പാണ് വരുന്നത്. UPA സഖ്യത്തിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനം ചെയ്യല്ലേ, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് അണികളെ ബോധവൽക്കരിച്ച് നീങ്ങുക. അപ്പൊ നമ്മളെ കുറിച്ച് കുറെ സാധുക്കള് അവര് വന്നിട്ട് പറയാ, ഞങ്ങളാണ് ഫാസിസത്തെ എതിർക്കുന്നവർ. മുസ്ലിം ചെറുപ്പക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി അവര് പറയാ, മുസഫർ നഗറിലെ മുസൽമാന്റെ സ്ഥിതി എന്താണെന്ന് നീ അറിയോ? ഗുജറാത്തിലെ പാവപ്പെട്ട മുസൽമാന്റെ ദീനരോധനം നീ കേട്ടിരിക്കുന്നുവോ? ഗുജറാത്തിലെ പാവപ്പെട്ട സമുദായത്തിന്റെ കട്ടപ്പാടിനെ കുറിച്ച് നിനക്ക് വല്ല കഥയും അറിയോ? ഇതൊക്കെ പറയുമ്പോ നമ്മളെ കുട്ടികൾ ഇങ്ങനെ ധരിക്കുക. പീടിയേക്ക് സാധനം വാങ്ങാൻ വന്നപ്പോ, പഠിച്ചോനെ മുസഫർ നഗറിലെ സ്ഥിതി, UP-യിലെ സ്ഥിതി ഇവൻ പറഞ്ഞത് ശരിയെന്നല്ലേ? എന്നിട്ട് ഇവൻ പറയുന്നത് ഫാസിസത്തിനെതിരെ ഒന്നിക്കാൻ ഞങ്ങളൊപ്പം നിൽക്കണ്ടേ, ലീഗിന്റെ പോക്കല്ല ശരി. ഞങ്ങളെ ഈ നിലപാട് കാരണം എന്താ? കേരളത്തിലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളത്തിലെ ഹൈന്ദവൻ കോണിക്ക് വോട്ട് ചെയ്യുന്ന ഹൈന്ദവനാവുകയും കേരളത്തിലെ ഹൈന്ദവ നേതാക്കൾക്ക് ഈ ആളുകളോട് വോട്ട് ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞു ശീലിപ്പിക്കുകയും ചെയ്തപ്പോ കേവല രാഷ്ട്രീയ സന്ധി മാത്രമല്ല സൗഹൃദവും പൂത്തുലഞ്ഞാടി കേരളത്തിൽ. എന്നാൽ ഈ ആളുകൾ ചെയ്യുന്ന പണി എന്താ? RSS-നൊക്കെ പണി എളുപ്പമാക്കി കൊടുക്കുകയാണ്. ഫാസിസത്തെ എതിർക്കാനാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഈ സംഘടനക്കാരൊക്കെ മത്സരിക്കുന്നത് എവിടെ? സുരേന്ദ്രൻ മത്സരിക്കുന്ന കാസർകോട്ടല്ല, കുഞ്ഞാപ്പ മത്സരിക്കുന്ന വേങ്ങരയിൽ. വളരെ വ്യക്തമാണ് ചിത്രം. ഒരു മുസഫർ നഗറിലെ സ്ഥിതി എന്താന്ന് നിനക്കറിയോ? ഗുജറാത്തിലെ അവസ്ഥ എന്താന്ന് കേട്ടുക്കണോ? പാവപ്പെട്ട മുസൽമാന്റെ കട്ടപ്പാട് നീ മനസ്സിലാക്കിയിരിക്കുന്നോ എന്നൊക്കെ പറയാ. പറച്ചില് കേട്ടാത്തൊന്നും അവിടുത്തെ മുസ്ലിങ്ങളെ കാര്യമൊക്കെ ന്യൂനപക്ഷത്തിന്റെ കാര്യമൊക്കെ വരാൻ നോക്കണം. അത് പണ്ടുണ്ടായിരുന്നു. ഒരു കമ്മിറ്റിക്കാര് ഒരു പിശുക്കനായ ഒരു കോടീശ്വരന്റെ അടുക്കൽ പിരിവിന് ചെന്നു. നല്ല ബഹീലനാണ്, നല്ല കോടീശ്വരനാണ്. ഒരാൾക്കൊരു രൂപ കൊടുക്കൂല. അവന്റെ അടുത്ത് ഒരു കമ്മിറ്റിക്കാര് പിരിവിന് ചെന്നു. പിരിവിന് ചെന്ന് വാതിൽ മുട്ടിയപ്പോ അയാൾ വാതിൽ തുറന്നു കയറി ഇരിക്കാൻ പറഞ്ഞു. റെസീറ്റ് കണ്ടപ്പോ മനസ്സിലായത് പിരിവെന്ന്. വന്നോര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പറ്റി കേട്ടിക്കണമെന്നല്ലാതെ കണ്ടിട്ടില്ല. ആദ്യം തന്നെ ജാക്കിയക്കല് തുടങ്ങി, 10 ഉറുപ്പ്യ ഏറെ കിട്ടിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ ഇവ ഇരുന്നിട്ട് പറയാം, എന്റെ ഒരു രോഗിയായ അമ്മക്ക് ഒരു മാസത്തെ മരുന്നിന്റെ ചെലവ് എത്ര നിങ്ങൾക്കറിയോ? അപ്പൊ വന്നവര് പറഞ്ഞില്ല, ഞങ്ങൾക്കറിയില്ല. അതുപോലെ തന്നെ എന്റെ ഒരു അനിയനും, കണ്ണു കാണാത്ത അനിയനും അയാളെ ഭാര്യയും കുട്ടികളും ഉടുതുണിക്കും മറുതുണിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവരുടെ ഒരു മാസത്തെ ചെലവ് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വന്നവര് പറഞ്ഞു, ബെരണ്ടി ഉണ്ടായിരുന്നില്ല ഈ പായരം കേൾക്കാൻ. അപ്പോഴാ അയാൾ പറയുന്നത്, എന്റെ ഒരു പെങ്ങൾ മരണപ്പെട്ട, ഒരു അളിയൻ മരണപ്പെട്ട ശേഷം എന്റെ ഒരു പെങ്ങളും അവരുടെ മക്കളും സ്കൂൾ ഫീസ് അടക്കാൻ പോലും ഗതിയില്ലാതെ പഠനം പോലും മുടങ്ങിയിട്ട് തികഞ്ഞ കഷ്ടപ്പാടിലും പട്ടിണിയിലുമാണ്. അവരുടെ വിഷമത്തെ പറ്റി നിങ്ങൾ കേട്ടുക്കണോ? വന്നൂരറിയില്ല, അതും ഞങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ കേൾക്കണം. ഇയാൾ പറയാണ്, ആ രോഗിയായ അമ്മക്ക് ഒരു മാസത്തെ മരുന്നിനും ഈ കണ്ണു കാണാത്ത അഞ്ചനും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒരു മാസത്തെ ചെലവിനും, അതുപോലെ ഭർത്താവ് മരിച്ച ശേഷം കുടുംബത്തിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ഈ പെങ്ങൾക്കും കുട്ടികൾക്കും കാലത്രായിട്ടും 1 ഉറുപ്പ്യ കൊടുക്കാത്ത ഞാൻ നിങ്ങൾക്കായിട്ട് എങ്ങനെയാണ് വരിസംഖ്യ തരിക? എന്നപ്പോ ഇതിന്റെ അർത്ഥം? പറച്ചില് കേട്ടപ്പോ തോന്നി ഇവരൊക്കെ ചെലവ് നടത്തുന്ന ഞാൻ നിങ്ങൾക്കായിട്ട് എങ്ങനെ പൈസ തരാതെ പറഞ്ഞിങ്ങനെ കൊടുത്തപ്പോ അവർക്കായിട്ട് 1 ഉറുപ്പ്യ കൊടുക്കാത്ത ഞാൻ നിങ്ങൾക്കായിട്ട് എങ്ങനെ സംഭാവന തരിക?
ഇതാണ് ഇവരുടെ പരിപാടി. ഇവര് വെറുതെ ഇങ്ങനെ ജാഥ നടത്തും, പോസ്റ്റർ ഒട്ടിക്കും, അധികം ആളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ കാണിക്കുക എല്ലാ സ്ഥലത്തും. പോസ്റ്റർ കണ്ടാൽ തോന്നും നാടൊട്ടിക്കും ഇവരാണ്. പക്ഷെ അധികമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, ഈ മൂലക്കുരുവിന്റെ പരസ്യം പോലെ. മൂലക്കുരുവിന്റെ പരസ്യം നമ്മൾ അങ്ങാടികളുടെ പോകുമ്പോ കാണാൻ എല്ലാ പോസ്റ്റിലും മൂലക്കുരു സുഖപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു. അതുവഴി ബസ്സിന് പോണവന്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഈ മഹല് കംപ്ലീറ്റ് മൂലക്കുരുവാണ്. പക്ഷെ സോക്കറുള്ളത് 1-2 ഉണ്ടാവുള്ളൂ. ഇവരുടെ വലിയ പരസ്യം, തെരഞ്ഞെടുപ്പ് വന്ന 5-8 വാഹനങ്ങളിൽ, വണ്ടിയിൽ പാട്ട്, നാടൊട്ടുക്കും തോരണങ്ങൾ, പിന്നെയോ 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി ഒമ്പിച്ച യാത്ര. ഇതൊക്കെ കാണും. പക്ഷെ വോട്ടെണ്ണുമ്പോ 12, 11. അതേതുപോലെ ഇപ്പോ ആ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങിയൊരു മൗലിയരുണ്ടല്ലോ, മൂപ്പര് പേരെന്താ, നൂർ മൗലവി, കുറ്റിപ്പുറത്ത്. ഈ നൂർ മൗലവിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളെ കുറ്റിപ്പുറത്ത് നിക്ഷേപകരെല്ലാം കൂടി ഈ കുറ്റിപ്പുറ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക. അപ്പൊ ആ മാർച്ചില് ഞങ്ങളുടെ നാട്ടിൽ വയന്ന് നടക്കുന്ന ഒരു കോമ ജാഥയില് ഉമ്മാന്റെ കോന്തലും വന്ന് അങ്ങോട്ട് മളുക്കുക എന്നല്ലാതെ ഒരു ഉറുപ്പിക ഉമ്മാക്ക് കൊടുക്കാത്തവന്. 4 തവണ ഗൾഫിൽ പോയി നാട്ടുകാർക്ക് മുഴുവൻ പണിയാക്കി പോകുന്നവനാണ്. ഒരു ഉപകാരമില്ലാത്ത മനുഷ്യൻ. ഓൻ ഈ ജാഥയിൽ പോണ. ജാഥ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓനെ കണ്ടു ചോദിച്ചു, അല്ല ഈ എന്താണ് ആ ജാഥയിൽ പോയത്? പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് മുണ്ടാന്ന് വെച്ചാൽ എന്റെ ഭാര്യ വീട്ടുകാർക്കും പെരക്കാർക്കും ഒക്കെ ഒരു തോന്നലുണ്ട്, എന്റെ അടുത്ത് ഒരു നയാ പൈസ ഇല്ലാന്ന്. ഞാൻ ഈ ജാഥയിൽ പോകുമ്പോഴെങ്കിലും തോന്നിക്കോട്ടെ, ഈ പഴ അതിലിട്ടിട്ട് കുടുങ്ങിയതാണ്, ഇത് കിട്ടുമ്പോ കിട്ടും എന്നുള്ളൊരു തോന്നലാണ്. എന്നാ പെട്ടി തുറന്നാൽ ഇവന്റെ നിക്ഷേപം എന്താ വളരെ കുറവാണ്. ഇതുപോലെയാണ് ചില കടലാസ് സംഘടനകൾ. മുസ്ലിം ലീഗിന് ബദലാവുക, നമ്മുടെ കുട്ടികളെ പിടിക്കുക. ഇവര് ചെയ്യുന്ന പണി എന്താണെന്നറിയാം, നമ്മുടെ എളിമാന്റെ മൂത്തമാന്റെ വോട്ട് ഇവൻ പിടിക്കും, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയാണ്. മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോ പിന്നെ വേറൊന്നെന്തിനാ ഇവിടെ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മക്കേറെ പ്രവർത്തിച്ചവരാണ്. ഞങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ലതേ പറയാനുള്ളൂ. എന്റെ പൊന്നു ശിഹാബ് തങ്ങൾ ബാബരി മസ്ജിദ് പൊളിഞ്ഞപ്പോ തങ്ങളെ നിങ്ങളെ നിലപാടല്ലേ കേരളം കത്താതെ പോയത്? PK കുഞ്ഞാലിക്കുട്ടിയല്ല, സഖാവ് PK വാസുദേവൻ നായര പറഞ്ഞത്. തങ്ങളെ മാറാത്ത കലാപം ഒരു മാറാപ്പാകാതെ കാത്തു സൂക്ഷിച്ചത് അങ്ങയുടെ നിലപാടല്ലേ? അങ്ങ ഈ നാട് മറക്കില്ല. ആര്? CK പത്മനാഭൻ. തങ്ങളെ പൂന്തുറയിലെ കലാപവേളയിൽ അങ്ങയുടെ വരവില്ലായിരുന്നുവെങ്കിൽ മല പോലെ വന്ന വിഷയം മഞ്ഞ് പോലെ ഉരുകുമായിരുന്നില്ല. അങ്ങയെ ഈ നാട് എന്നും ഓർക്കും. ആര്? കുമ്മനം രാജശേഖരൻ, ലീഗല്ല. തങ്ങളെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ തീപ്പൊരി ഒരു തീജ്വാലയായി, ഒരു തീക്കാറ്റായി മാറാതെ പോയത് അങ്ങയുടെ വരവാണ്. അങ്ങയെ ഈ കേരളം ഓർക്കും അങ്ങുകളത്തോളം കാലം. എന്റെ അനുയായികളെ, നിങ്ങൾ വേറെ ഒരു റൂട്ട് തിരയേണ്ടതില്ല. ആര്? നാരായണ പണിക്കർ, ലീഗല്ല. അങ്ങില്ലാത്ത കേരളത്തെ കുറിച്ച് ഞാൻ എന്നും ഓർത്ത് വിലപിക്കും. ആര്? MT വാസുദേവൻ നായർ, ലീഗല്ല. നമ്മുടെ കഥ അതാണ്. കോഴിക്കോട് നടുവട്ടത്ത് പോയി പ്രസംഗിച്ചു കഴിഞ്ഞ ആഴ്ച. നാട്ടുകാർ പറയാം ഇവിടെ ഒരു തീപ്പൊരി പറയാൻ വേണ്ടി കലാപമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ കലാപം വന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ട സ്ഥലത്തേക്കാണ് എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മൈക്ക് കെട്ടിയ പോലീസ് ജീപ്പിൽ കയറി നിന്നുകൊണ്ട് ആളുകളെ നിയന്ത്രിച്ചത്. ഞാൻ അവരോട് ചോദിച്ചന്വേഷിച്ചു, ആരാ തങ്ങളെ വിളിച്ചത്? കേരള ഗാന്ധി കേളപ്പജിയാണ് ഇത്ര പറഞ്ഞത് പോലീസുകാരോട്. നിങ്ങളൊക്കെ തോറ്റല്ല, ഞാനൊരാളെ കൊണ്ടുവരും. അയാൾ ഒന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കിവാണ് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മൈക്ക് കെട്ടിയ പോലീസ് ജീപ്പിൽ കയറി നിന്നാ പറഞ്ഞത് ജനങ്ങളെ പിരിഞ്ഞു പോകണം. ആളുകൾ പോയി. തങ്ങളാ സമാധാനത്തിൽ കന്നത്. ഒരു 5-8 ആൾക്കാർ പിരിഞ്ഞു പോകാതെ മുങ്ങിയിരുന്നു. അങ്ങനെ ഒരു 5-8 ആൾക്കാർ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഒരു കൂട്ടായിട്ടേ നടക്കുള്ളൂ. ഹൗസിലൊക്കെ മീൻ നടക്കണമായിരിക്കും. കൂട്ടായിട്ടേ നടക്കുള്ളൂ എന്നൊരു കൂട്ടാൻ പക്കോട്ട് തയ്യില്ല. അങ്ങനത്തെ ഒരു ടീം വെറുതെ അങ്ങനെ. എല്ലാരും ബ്രസീലാണെങ്കിൽ ഓരോ അർജന്റീന, എല്ലാരും അർജന്റീന ആണെങ്കിൽ ഓരോ ബ്രസീൽ, നാട്ടുകാരൊക്കെ അർജന്റീനയും ബ്രസീലാണെങ്കിൽ ഓരോ സെനഗൽ. അങ്ങനത്തെ ഒരു പുതിയ ടീം. അധികാളൊന്നും ഉണ്ടാവില്ല, വെറുതെ നിന്നിട്ട് അവരിതുപോലെ തിരിഞ്ഞു കളിച്ചു. ബാഫഖി തങ്ങൾ പറഞ്ഞിട്ട് ഹിന്ദുവും മുസ്ലിമും 2 ഭാഗത്തേക്ക് പോയി. പക്ഷെ ഇതിലൊന്നും പെടാത്ത കുറെ ആളുകള് അവിടെ ഇങ്ങനെ നിന്നു. പലരും പറഞ്ഞു തങ്ങളെ സമുദായത്തിൽപ്പെട്ടവരെന്നാവാം അവര്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ?
വന്യനായ എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മൈക്കിന്റെ എടുത്തിട്ട് പറഞ്ഞു, ഇനിയും പിരിഞ്ഞു പോകാത്തവർ നമ്മുടെ ആളുകളല്ല, ഇനിയും പിരിഞ്ഞു പോകാത്തവർ നമ്മുടെ ആളുകളല്ല. അത് പറഞ്ഞപ്പോ ഓലെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെന്ന് കേട്ടപ്പോ ഓലും പോയി എന്നാണ്. അതാണ് നടുവട്ട കലാപം. നമ്മൾ ചെയ്ത പണിയതാണ്. എന്റെ CH ആസിറ്റുകൾ പറഞ്ഞ ഗംഗാധരമാരാർ ഗേറ്റ് തുറന്ന് കടന്നു വരുമ്പോഴാ ആമിനത്താത്ത കാണുന്ന മറ്റേയാൾ വരുന്നു. മഹാനായ CH പറഞ്ഞു, വരട്ടെ. മഹാനായ എന്റെ പൊന്നു CH ആസിറ്റ് ബൾബ് പറഞ്ഞ ഗംഗാധരമാരാർക്ക് കട്ടൻ ചായ കൊടുത്തിട്ടാ CH വിട്ടത്. കണ്ടില്ലേ? ഉമ്മൻചാണ്ടി ഏറ് കൊണ്ടിട്ടും അതിന്റെ പേരിൽ ഒരു ഹർത്താല് വേണ്ട എന്ന് പറഞ്ഞു. എന്റെ പിന്നിലെ കഥ CHന്റേതാണ്. നിങ്ങൾക്കറിയോ, ആസിറ്റ് ബൾബ് എറിഞ്ഞിട്ട് അത് കൊണ്ട CH ആശുപത്രിക്കാര് പറഞ്ഞത് വിശ്രമിക്കണേ, ആശുപത്രിയിൽ കിടന്ന് വിശ്രമിക്കണേ. CH പറഞ്ഞു, എനിക്കിന്ന് തലശ്ശേരിയിൽ ഒരു പൊതുയോഗം, അവിടെ പോയി പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് വല്ല അപകടവും സംഭവിക്കും, മരണം സംഭവിക്കും. എന്താ CH പറഞ്ഞറിയോ? ഞാൻ അവിടെ പോയില്ല എങ്കിൽ എന്റെ പരിക്കിനെ പറ്റി ആളുകൾ അറിയും, അപ്പോൾ മാനുഷിക ബന്ധങ്ങൾ തകരാറിലാകും, മനുഷ്യ ബന്ധങ്ങൾ കുന്നുകൂടും. എന്നാൽ ഞാൻ ആശുപത്രിയിൽ കിടക്കാൻ അവിടെ പോയി പ്രസംഗിക്കുക കാരണത്താൽ എനിക്ക് മരണം വരിക്കേണ്ടി വന്നാൽ കോഴിക്കോട്ടെ അത്തോളിയിലെ ആമിന എന്ന് പറയുന്ന ഒരു പെണ്ണ് വിധവയാകട്ടെ, മുനീർ, ഫൗസിയ, ഫരീദ എന്നീ 3 മക്കളെ യതീമാകട്ടെ, ഞാൻ ഈ സമൂഹത്തെ യതീമാക്കില്ല എന്ന് പറഞ്ഞ എന്റെ മുത്ത് CH ബാൻഡേജ് കെട്ടിയ കൈകളുമായാ വന്ന് കാറിറങ്ങുന്നത്. കാറിറങ്ങി CH നേരെ ഓടി വന്ന് മൈക്കിന്റെ മുമ്പിൽ പറഞ്ഞു. അന്ന് CHന്റെ പ്രസംഗം കേട്ട ഒരു മുതാലിം, ഇന്ന് വലിയ കാരണവരാ പെരിന്തൽമണ്ണയിൽ, അദ്ദേഹം പറഞ്ഞു, മോനെ CH ചെയ്ത പണി കണ്ട. നേരെ ഓടി വന്ന് മൈക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, സഹോദരന്മാരെ, എന്റെ റൂഹ് ഈ രാഷ്ട്രീയ രാക്ഷസന്മാരുടെ കൈകളിലല്ല, എന്റെ റൂഹ് രാജാതിരാജനായ നാഥന്റെ കയ്യിലാണ്. CHന്റെ ആ പ്രസംഗത്തിന് തക്ബീർ ചൊല്ലിയാണ് ജനങ്ങൾ വരവേറ്റത്. നിങ്ങൾ സമാധാനം പാലിക്കണം. അനുയായികളെ പഠിപ്പിച്ചത് ഞങ്ങൾ അതാണ്. എന്നാ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? എന്തെല്ലാം 1, 2, 3, 4 ആണോ? തൊട്ടതൊക്കെ പൊട്ടല്ലേ? ഏത് സമരം വന്നാലും പൊട്ടുക. എന്താ പൊട്ടാൻ കാരണം? എന്റെ ശുക്കൂറിന്റെ ദോയുണ്ടായില്ല. മോന്റെ വഫാത്തിന്റെ ദിവസമായിരുന്നു മിനിഞ്ഞാന്ന്. ഞാൻ ശുക്കൂറിന്റെ വീട്ടിൽ പോയിരുന്നു. പൊന്നു മക്കളെ, ശുക്കൂർ എന്ന് ചോദിച്ചപ്പോഴേക്കാ ഉമ്മ പൊട്ടിക്കരയാണ്. വീട്ടുകാരോട് അന്വേഷിച്ചു പറയാ, എങ്ങനെ വേദന മാറും, എപ്പ വരും മോനെ ഊണ് കഴിക്കാൻ ചോദിച്ചപ്പോ ഉച്ചക്ക് എന്ന് പറഞ്ഞ മോന്റെ ജനാസ കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന രംഗണ്ടല്ലോ, ഞങ്ങളെ ഖൽബിന്ന് എങ്ങനെ മായാനാണ്. വിടരും മുമ്പ് ഞെട്ടറ്റ് വീണ പൊന്നോമന പുഷ്പം. നെറ്റിലുണ്ടാ കുട്ടിയുടെ പ്രസംഗം, അത് കേൾക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ശുക്കൂറിന്റെ ഖബറിടം സിയാറത്ത് ചെയ്യാൻ ഒരു ദിവസം ഒരു 8 വണ്ടിയെങ്കിലും അവിടെ വരുന്നതിന്റെ കാഴ്ചയിൽപ്പെട്ടു. ആ പൊന്നുമോൻ എന്ത് തെറ്റാ ചെയ്തത്? പറവകൾക്ക് വെള്ളം കൊടുക്കുന്ന MSF, പറവകൾക്ക് വെള്ളം കൊടുക്കുന്ന MSF, ആ MSFന്റെ തളിപ്പറമ്പ് മണ്ഡലം ഖജാൻജിക്ക് മരിക്കാൻ നേരത്ത് വെള്ളം കൊടുക്കാത്ത CPM. വ്യത്യാസം വളരെ വലുതാണ്. വുളു ചെയ്യാൻ ആലി മുസ്ലിയാർ ചോദിച്ചിട്ട് ബ്രിട്ടീഷുകാർ കൊടുത്തില്ലടോ. വാരിയംകുന്നത്തിനും ബ്രിട്ടീഷുകാരെ സഹായിച്ചില്ലേ? സദ്ദാം അമേരിക്കയുടെ മുമ്പിൽ ചോദ്യം ചോദിച്ചപ്പോ കൊടുത്തില്ലേ? അമേരിക്കക്കാരൻ ചോദിച്ചു, മിസ്റ്റർ സദ്ദാം തൂക്കാൻ പോവുക, എന്തെങ്കിലും മുറാദുകൾ ഉണ്ടോ? യാതൊരു സങ്കോചവുമില്ലാത്ത സദ്ദാം പറഞ്ഞു, എനിക്ക് 3 ഉദ്ദേശങ്ങൾ. ഒന്ന്, അള്ളാന്റെ കലാമായ ഖുർആൻ മാറോട് ചേർത്തിട്ട് മരിക്കണം. 2, ഷഹാദത്ത് കലിമ ചൊല്ലാനുള്ള അവസരം തരണം. 3, മരിക്കുമ്പോ എനിക്ക് മരണത്തിന് പേടിയുണ്ട് എന്നുള്ള തോന്നല് മാറ്റാൻ എനിക്ക് ഇങ്ങനെ മരണം കാണണം, മുഖമൂടിയിടാൻ പാടില്ല. ഈ 3നും അവസരം നൽകി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ. സദ്ദാമിന് അമേരിക്ക കൊടുത്ത അവകാശം, ആലി മുസ്ലിയാർക്കും വാരിയകുന്തത്തിനും ബ്രിട്ടീഷുകാര് കൊടുത്ത അവകാശം CPM നീ ഞങ്ങളെ ശുക്കൂറിന് കൊടുത്തോ? പ്രിയപ്പെട്ട ശുക്കൂർ അവസാനം ദുആ ചെയ്തിട്ടുണ്ട്. രാജനായ റബ്ബേ, ആ ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്
പിണറായിയുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടതൊക്കെ പോകണം, ഒരു സമരമില്ല. ഇവരെ സമരം എന്നു മുതൽ അങ്ങനെ ആയത് അറിയാം. തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാരെ പെരയിൽ കണ്ടൊരു മാർച്ച് പോയത് എന്റെ ഓർമ്മയിൽ. തൃപ്പനച്ച് സന്തോഷ് മാധവൻ അറസ്റ്റ് ചെയ്ത സമയമാണ്. തൃപ്പനച്ചിയുടെ ഒരു വിദ്യാർത്ഥി ഇടക്കടുത്ത് എന്നെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി, ഉസ്താദിന് വർത്താനം പറഞ്ഞതുപോലെ ഒടുക്കത്തെ സമരമാണ്. പിന്നെ അതിൻ്റെ ഒരു സമരം ഉണ്ടായിട്ടില്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഭൂസമരം എന്ന് പറയുന്ന സമരം വന്നു. അത് ഭൂ എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ പോയി. എന്നിട്ട് ഭാ സുരേന്ദ്രബാബു ചാനലിൽ ഇരുന്ന് ഇങ്ങനെ പറയും. ഇപ്പൊ മൂപ്പരാണ് എല്ലാവരും. പിണറായി വർത്താനം പറയില്ല, മറ്റുള്ളവരൊന്നും വർത്താനം പറയില്ല. ഭാ സുരേന്ദ്രബാബു. നമ്മളൊക്കെ വീണ് എന്നുള്ളതിന് മൂപ്പര് പറയാൻ എന്താണെന്നറിയോ? വലത് കാലിന്റെ സ്വാധീന ശക്തി വാനലോകത്തേക്ക് ഉയരുകയും ഇടത് കാലിന്റെ സ്വാധീന ശക്തി ഭൂമിയിലേക്ക് താഴുകയും അങ്ങനെ സന്തുലിതാവസ്ഥ തെറ്റ്. അതിനെന്നെയാണ് ഞങ്ങൾ ഈ വിദ്യ എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ വളച്ച് തിരിച്ചിങ്ങനെ കൊണ്ടുവരാൻ തോന്നുന്നത് എന്തോ സംഭവമാണ്. നിങ്ങൾക്ക് ആ ഭാഷ തിരിയൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ജനങ്ങൾ ഇതൊക്കെ കൺകുളിർക്കെ കാണുക. ഷുക്കൂറിന്റെ ദുആ മാത്രല്ല, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചന്ദ്രശേഖരന്റെ മോൻ അഭിനന്ദിന്റെ പ്രാർത്ഥന, രമയുടെ പ്രാർത്ഥന, വയസ്സായ അമ്മയുടെ പ്രാർത്ഥന ഉണ്ട്. കെ ടി ജയകൃഷ്ണ മാഷ് പുസ്തകത്താളുകളിൽ മയിൽപീലി വെച്ച് കിനാവ് കാണുന്ന കൊച്ചുകുട്ടി, കുരുതിക്കളം എന്തെന്നറിയാത്ത കുരുന്നു മക്കൾ. ആ മക്കളെ മുന്നിലാണ്. ഒരു കോഴി അടക്കുന്നത് കണ്ടാൽ തല കറങ്ങി വീഴുന്ന മക്കളുടെ മുമ്പിലാണ്. ഒരു മാഷ് കസേരയിൽ ഇരുന്നിട്ട് തല ഇങ്ങോട്ട് വീഴുന്നു, ഉടൽ മാത്രം ചെരിഞ്ഞ് അങ്ങോട്ട് വീഴുന്നു. മുകേരി LP സ്കൂളിന്റെ പരിസരത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. സീതി ഹാജിയാണ് ഇവിടെ വന്നിട്ട് കൊടി കുത്തിയതെന്ന് പറഞ്ഞ് എനിക്കൊരു കൊടിക്കാല് കാണിച്ചു. മുസ്ലിം ലീഗിന്റെ ഒരു യോഗം നടത്താൻ അവസരം കൊടുക്കാത്തടത്ത് പോയി സീതി ഹാജി പോയിട്ടാണ് കൊടി കുത്തി പോകുന്നത്. സീതി ഹാജി അന്ന് അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോ പ്രസംഗം സംഘടിപ്പിച്ചവരെ ഭീഷണിപ്പെടുത്തി അവരൊക്കെ അവിടുന്ന് വിട്ടുകിട്ടും, കടി സലാമത്താക്കി. സീതി ഹാജി ഒന്ന് അവിടെ നിന്ന് കാറിറങ്ങിയപ്പോ ലീഗിന്റെ യോഗം ഫോണുള്ളൊരു വീട്ടിൽ കയറി. എന്നിട്ടവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇറക്കുകയാണ് സീതി ഹാജി. CI അല്ലേ? ഞാൻ പത്തായക്കോടനാ സീതി ഹാജി, ഞാൻ പ്രസംഗിക്കാൻ വന്നതാണ്. ഈ എവിടെയാന്നാ ചോദിച്ചത്. ഞാൻ സ്റ്റേഷനിലാണ്. അനക്ക് ശമ്പളം തരുന്നത് നെല്ലും കണ്ടത്തിൽ ചായ ഇട്ടാൻ നോക്കാനല്ല, അത് അവിടെ വാങ്ങാൻ. അവിടെ വിളിച്ചു സീതി ഹാജി. അറിയോ? സീതി ഹാജി വന്നു, പ്രസംഗിച്ചു. ലീഗുകാര് അവിടെ അല്പം ലീഗുകാര് വീട്ടിൽ പോയിരുന്ന ആളുകളൊക്കെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് മുമ്പിലിരുത്തി പ്രസംഗിച്ചു. മഹാനായ സീതി ഹാജി പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ആരും തൊടൂല. ഈ കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അങ്ങനെ വലിച്ചു കയറ്റാമെന്ന് ആരും കരുതണ്ട. എന്റെ മക്കളെ ഇതിന്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ആളുകൾ തൊട്ടാൽ ഞാൻ ഈ വിവരം എടവണ്ണ അങ്ങാടി പോയി പറയും. ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച എന്റെ പടം കണ്ടുവരും. മിനായിൽ ഇറക്കുന്ന സീതി ഹാജിയാണ്. അങ്ങനെ അവിടെ കൊടി കെട്ടിയിട്ട് പ്രസംഗിച്ചിട്ട് മഹാനായ സീതി ഹാജി പതാക കെട്ടിയ സ്ഥലത്തെ കുറിച്ച് അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു. ആ മുകേരി LP സ്കൂളിലായി ജയകൃഷ്ണ മാഷ് എന്നിട്ട് വീഴുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൗസല്യ എന്ന് പറയുന്ന അവരുടെ അമ്മ ഈ വാസു മാസ്റ്റർ അടക്കം CPM പോകുമ്പോ പറഞ്ഞു, മക്കളെ പോകല്ലേ, എന്റെ മോന്റെ കേസിന്റെ ഗതി എന്താവും? എന്താണ് ഇതിന്റെ അർത്ഥം? കോൺഗ്രസിന്റെ ജബ്ബാറിന്റെ കുടുംബം, NDF-ന്റെ ഫസൽ, ദേശാഭിമാനിയുടെ ഏജന്റ് തേജസിന്റെ ഏജന്റായി മാറിയപ്പോൾ സുബഹിക്ക് ജനാസയായി മാറി. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവരുടെ പാർട്ടിയിൽ നിന്ന് പോകാനുള്ള അവസ്ഥ അതാണ്. RSSും മാർക്സിസ്റ്റും ഏറെ സംഘടന നടന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? രാഷ്ട്രീയ വിദ്യാർത്ഥിയാണെങ്കിൽ പിറകോട്ട് നോക്കിയാൽ കാണാം DYFIയുടെ ആദ്യത്തെ രൂപം KYF ആണ്, കേരള യുവജന ഫെഡറേഷൻ. അതിന്റെ അന്നത്തെ നേതാവ് CK പത്മനാഭനാണ്. CK പത്മനാഭൻ ആ കൂടാരം വിട്ട് RSSലേക്ക് വന്ന ശേഷമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം RSSും മാർക്സിസ്റ്റുമായി നടന്നത്. അടുത്തു വരെ അതായിരുന്നു പണി. RSSും മാർക്സിസ്റ്റും കൊണ്ടും കൊടുത്തും കഴിഞ്ഞിരുന്ന കണ്ണൂരിൽ ഒരു കൂട്ടർ മാൻ പവറിലും മറ്റൊരു കൂട്ടർ മസിൽ പവറിലും നിറഞ്ഞാടിയപ്പോൾ മാൻ പവറിന്റെയും മസിൽ പവറിന്റെയും ഇടയിൽ മസ്ലഹത്തിന്റെ പവറിൽ നിറഞ്ഞു നിന്നത് എന്റെ അഹമ്മദ് സാഹിബാണ്. നമ്മളുടെ ഡ്യൂട്ടി അതാണ്. നമ്മൾ പോവുക, സമാധാനം പറയാം. നമ്മൾ മക്കളെ കുഴപ്പമുണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ, നമ്മളെ പണി അതല്ലേ. അതല്ലേ ഇപ്പൊ ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് അറിഞ്ഞ് തുടങ്ങിയ സമരം അനിശ്ചിതകാല ഉപരോധമായിരുന്നു. എന്താണ് ആ യുദ്ധം? ലക്ഷക്കണക്കിന് ആൾക്കാരാ തിരുവനന്തപുരത്തായ യുദ്ധം, അതും അനിശ്ചിതകാല. എപ്പോഴാണ് നീറ്റ് പോവുക എന്ന് പറയാൻ പറ്റില്ല, ഒരു നിശ്ചയമില്ല. അതിനാണ് അനിശ്ചിതം എന്നറിയാം. ഇതുവരെ അങ്ങനെയായിരുന്നു.
ഇപ്പൊ അതിന്റെ അർത്ഥമൊക്കെ മാറി. അനിശ്ചിതകാല ഉപരോധം എന്ന് കേട്ടു. അതോ ചില്ലറക്കാരാണോ ഇരിക്കണേ? ഷുക്കൂറിന്റെ ഘാതകർ അതിനകത്തുണ്ട്. കോൺഗ്രസിന്റെ ജബ്ബാറിനെ യമപുരിക്ക് പറഞ്ഞയച്ചവരുണ്ട്. KT ജയകൃഷ്ണൻ മാഷ പറഞ്ഞയച്ചവരുണ്ട്. NDF-ന്റെ ഫസലിനെ പറഞ്ഞയച്ചവരുണ്ട്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ TP ചന്ദ്രശേഖരനെ പറഞ്ഞയച്ചവരുണ്ട്. തീർന്നോ? അവര് ആരെയൊക്കെ പറഞ്ഞയച്ചു? അവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോഴാണ് റിപ്പർ ജയാനന്ദൻ ജയിലിൽ ആടിയത്. റിപ്പർ ജയാനന്ദൻ ജയിലിൽ ആടിയിട്ട് നേരെ അവന്റെ അമ്മനെ കാണാനല്ല പോയത്, ഇതിന്റെ നടുവിൽ അവിടെ വന്നിരുന്നത്. പിന്നെ എന്തായിരിക്കും സമരത്തിന്റെ സ്ഥിതി? അതിന് പറ്റിയവരാണ് ആ കൂട്ടത്തിലുണ്ടായത്. കേന്ദ്രസേന വന്ന് ഇറങ്ങും ചെയ്തത്. കേന്ദ്രസേന വന്നാൽ പിന്നെ പറയണ്ടല്ലോ. കേന്ദ്രസേന തോക്കാണ്ട് പൊന്തിച്ച തരാണ്ട് പോയാല് കുഞ്ഞാപ്പിയും VS-ഉം പിണറായി ഒക്കെ കണക്കല്ലേ? തരാൻ കണ്ട് പോയാല് അവിടെയാണ് എങ്ങനെയാണ് ഈ സമരം ഒന്ന് അവസാനിപ്പിക്കുക? ഞെട്ടിപ്പോയില്ലേ? ഉമ്മൻചാണ്ടി വിളിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോട്ടക്കലിൽ ഖത്തർ KMCC-യുടെ 23 ബൈത്തുർ റഹ്മാൻ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത ദിവസം റിയാദ് KMCC-യുടെ 32 വീടുണ്ട്. അസ്ഹറുദ്ദീൻ ഇപ്പൊ ഞാൻ വരുന്ന ചടങ്ങിൽ അദ്ദേഹം അങ്ങോട്ട് വരികയാണ്. പൊന്നാനി പാർലമെന്റ് ക്രിക്കറ്റ് താരം അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നത്. 32 വീട് റിയാദ് കമ്മിറ്റിയുടെ ആ ചടങ്ങിൽ അസ്ഹറുദ്ദീൻ പ്രസംഗിക്കാണ്ട്. 23 വീട് ഖത്തർ KMCC. ആ ചടങ്ങിൽ നിന്നാണ് കുഞ്ഞാപ്പ പോയത്. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് ചോദിച്ചു, അല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തെങ്ങനെ പെട്ടെന്ന് ഒന്നല്ല CM വിളിച്ചു, ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ സമരം എങ്ങനെ തീർക്കുക? എന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരിക്കുക, അതും മോശക്കാരല്ല. അവരെ മുദ്രാവാക്യം അവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടേ കൊടുത്തിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ലേ? തിന്നാനുള്ളത് മുഴുവൻ കൊണ്ടേ കൊടുക്കുക. ഒരു പണിക്കും പോവാത്തവന്, തൈലം വെക്കുന്നോടത്ത് ചെറിയ നോക്കിക്കുന്നവര്, ഈച്ചക്ക് പീഡിച്ചിരിക്കണവര്, ഇവര് മുഴുവൻ 1500 റുപ്യ ശമ്പളം കിട്ടി ആരാ പോവാതിരിക്കുക? പെരയിൽ ഏതായാലും ഉപകാരമില്ല, പൊയ്ക്കോന്ന് പറഞ്ഞ് 1500 റുപ്യ എന്ന് പറഞ്ഞയച്ച് ഇവരൊക്കെ പോയിരുന്നു. ചാനലുകളൊക്കെ അങ്ങനെ ആഘോഷിച്ചില്ലേ? നമ്മൾ കോഴിക്കോട്ട് ഒരു സമ്മേളനം നടത്തി ഈ ചാനലിൽ കാണിക്കുന്നത്. നമ്മൾ ഇത്രയും ബൈത്തുർ റഹ്മാൻ കൊടുത്ത ഏഷ്യാനെറ്റ് മാത്രമല്ലേ ഒരു മര്യാദക്കൊന്ന് കാണിച്ചത്? മറ്റുള്ളവരൊക്കെ ഇത് കാണിച്ചോ? കേജ്രിവാൾ ബസ്സിൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വലിയ വാർത്താക്കിയില്ലേ? ബസ്സിൽ കിടന്നുറങ്ങാനുള്ളതല്ല വലിയ സംഭവം. ബസ്സിൽ കിടന്നുറങ്ങി എന്താണത്? സുബൈക്ക് ഇറക്കി വിടും. മാത്രല്ല കിടന്നുറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഉരുണ്ടായി എവിടെ ഉണരാന്ന് അറിയാൻ പറ്റില്ല. എന്നാ ഞങ്ങളെ ബൈത്തുർ റഹ്മാക്ക് ടയറില്ലല്ലോ, അതാരെങ്കിലും ചിന്തിച്ചിക്കണം. ഞങ്ങളെ ബൈത്തുർ റഹ്മാക്ക് ടയറില്ല എന്ന് മാത്രല്ല, ഇറക്കി വിടൂല എന്ന് മാത്രല്ല, ബാപ്പാക്ക് കൊടുത്ത ബൈത്തുർ റഹ്മാൻ മകന് അനന്തരാവകാശമായിട്ട് കിട്ടും. അറിയോ? അതാരും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും മുസ്ലിം ലീഗിനെ പറ്റിയുള്ള ഈ കാര്യം ആരും പറയില്ല. നമ്മൾ കോഴിക്കോട് സമ്മേളനം നടത്തി ആരും പറയില്ല. നമ്മൾ തോൽക്കുമ്പോ പറയും കുഞ്ഞാലിക്കുട്ടി തോറ്റു, ഇത്ര വോട്ടിന് പിന്നില്. മുന്നിലാകുന്ന സമയത്തും അല്ലാതെ പറയില്ല. ഇപ്പോഴെല്ലാം TV ഒക്കെ വന്നത്. റേഡിയോ ഉള്ള കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഒപ്പം അങ്ങനെ റേഡിയോ തലക്കാൻ കൊടുത്ത് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് പറയും, മോനെ സേഡ് സാഹിബിന്റെ എന്തായി, ബനാത്ത് വാലിന്റെ എന്തായി? അന്ന് അവർ രണ്ടാളും മത്സരിക്കണ സമയം 12:30 1 മണി വരെ ഇങ്ങനെ തലക്കാൻ കൊടുത്ത് വെച്ചിട്ട് റേഡിയോ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പൊന്നാര മക്കളെ, അത്താഴം വരെ ഒരു വിവരമില്ല. മാസം കണ്ടോന്നില്ല, ഇല്ലാന്നില്ല, ഒരു വിവരമില്ല. മറ്റുള്ളവടത്തൊക്കെ ലീഡ് പറയുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്ത് ആ പത്രം കെട്ടി നോക്കിയാൽ കാണാം മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിൽ ഇബ്രാഹിം സുലൈമാൻ തേട്ട് 1,14,000 വിജയിച്ചു. GM ബനാത്ത് വാല 1,07,000 വോട്ടിന് വിജയിച്ചു. അതൊക്കെ മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിൽ. എന്നാ മാതൃഭൂമി എന്നുള്ളതിന്റെ മേലെ 12 വോട്ടിന് ജയിച്ചത്, 8 വോട്ടിന് ജയിച്ചത്. നമ്മളിതാരും അങ്ങനെ കാണിക്കൂല. നമ്മളെ കുഞ്ഞാപ്പ ചാനലിൽ സംസാരിക്കുമ്പോ തന്നെ ഇടവേള. ഈ അഹമ്മദ് സാഹിബ് 2 നല്ല വർത്താനം പറയാ, കാര്യഗൗരവമുള്ളത് പറയുകയാണെങ്കിൽ സമയം കൊടുക്കുക ഇല്ലല്ലോ. എന്നാൽ റൌഫിന് എത്ര സമയം കൊടുക്കുന്നുണ്ട്? പൂന്തുറ സിറാജിന് ഒരു പഞ്ചായത്തിൽ മെമ്പർ ഉണ്ടോ? ഗ്രാമസഭയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അഹമ്മദ് ഐക്യരാഷ്ട്രസഭയിലാണ്. അറിയാങ്ങള്? അഹമ്മദ് ഐക്യരാഷ്ട്രസഭയിൽ പോകുന്ന അഹമ്മദിനധികം സമയമില്ല. നേരെ മറിച്ച് ഗ്രാമസഭയിൽ പോകാത്ത പൂന്തുറ സിറാജിന് ഇതുവരെ ഒരു MLA ഇല്ലാത്ത, കേരളത്തിൽ അക്കൗണ്ട് തുറക്കാത്ത സുരേന്ദ്രന് എത്ര സമയം കൊടുക്കുന്നുണ്ട്? ഇവർക്കൊക്കെ നല്ല അവസരം കൊടുക്കും. നമ്മളോ? നമുക്ക് ഒന്നില്ല. ഈ ചാനലുകാർ ചെയ്ത പണി എന്താ അറിയാം? ഈ ഉപരോധ സമരത്തിന് ഭക്ഷണം കഴിക്കണ രംഗം അതിങ്ങനെ കാണിക്കുക. എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ? നിർമ്മൽ ലൈവായിട്ട് പറയാണ്, ഇവിടെ വലിയ പപ്പടുണ്ട്, എലിശ്ശേരിണ്ട്, പുളിശ്ശേരിണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്, മോരുണ്ട് എന്ന് അടുപ്പിന്റെ അടിയിൽ നിന്നും ക്യാമറമാൻ സുരേഷിനൊപ്പം നികേഷ് ലൈവായിട്ട് അങ്ങനെ കാണിക്കുകയാണ്. ഒന്നിങ്ങനെ കാണിക്കുമ്പോ ഇങ്ങനെ എല്ലാവരും നല്ലത് ആർത്തിയോടുകൂടി തിന്നുന്നു. അന്നം പുളിയും കാണാതായ അങ്ങനെ തന്നെയല്ലേ?
ആ ചൂടുകൂടി തിന്നുണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചു. നിങ്ങൾ അതല്ല കാണിക്കേണ്ടിയെന്ന്. ആ സമരം പൊട്ടി പാളീസായിട്ട് പുല്ലായി മടക്കിയിട്ടുണ്ട് ഒരു പോക്ക് വെച്ച് അതേ നിങ്ങൾ കാണിക്കേണ്ടത്. അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടിന്ന്. അബുദാബിയിൽ നിന്ന് ക്യാൻസലായി വരുന്ന വരവല്ലേ വന്നിരുന്നത്. ആ സമരം നിങ്ങൾ കാണിക്കേണ്ടിയത്. ഞങ്ങൾ കണ്ടോ ആ ഉപരോധ സമരത്തെ എങ്ങനെ നേരിടണം അല്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് 3 ചെറിയ വിദ്യകളെ ഉമ്മൻചാണ്ടിയുടെ സ്വകാര്യം പറഞ്ഞത്. ഡക്കാൻ പത്രം ഇംഗ്ലീഷ് പത്രം ഉണ്ട്. പിറ്റേ ദിവസം ഒരു ലേഖനം എഴുതിയിട്ട് വായിക്കേണ്ടതാ. തഹ്രീർ സ്ക്വയർ. എന്താ ചെറിയ വിദ്യ. ഒന്നെന്താ നമ്മൾ ചെയ്തത്? സെക്രട്ടേറിയറ്റിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ ഇരിക്കുകയാണ്. അവിടെ 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. ആളില്ലാത്ത പോസ്റ്റിൽ എങ്ങനെ ഹോളടിക്കാന്ന്. പിന്നെ മുദ്രാവാക്യം വന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ബാറുകളൊക്കെ അടച്ചുപൂട്ടണം. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ സാധനം കഴിഞ്ഞ് കരിപ്പാണ്ട് കൂടി പ്രാന്താണ്ട് മൂത്ത് അതന്നെ 2. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയോ? എല്ലാ ലോഡ്ജിലും പോയി വിവരം പറയുക, ടോയ്ലറ്റൊക്കെ ഒന്ന് പൂട്ടണം. ഇതിങ്ങനെ ഇറക്കിയാൽ പോരല്ലോ, ഒഴിവാക്കുമാണ്. ഈ സാധുക്കൾ തീരെ ആലോചിച്ചില്ല. അങ്ങനെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എന്തൊക്കെ അവിടെ ഉണ്ട്, സാമ്പാറുണ്ട്, അതുണ്ട് തന്നെ ചാനലേലൊന്ന് പെരുപ്പിച്ചിട്ട് കാണിക്കണതിനനുസരിച്ച് ഇപ്പം പിന്നെ ചോറ് ഇടുന്നതന്നെ എല്ലാം കഴിച്ച് നല്ല ഉഷാറാക്കി തൈരും മോരൊക്കെയാണ് ചെന്നതിന് ശേഷം തുടങ്ങി വയലിച്ച പഠിച്ചാൽ എന്താണ് ചെയ്യുക? അതൊരു മാർഗമില്ല. ആകെ ഒരു പിടുത്തല്ല നിൽക്കുമ്പോൾ പിണറായും VS തോമസ് ഐസക്കും ഒക്കെ ഇങ്ങനെ സാന്റിയാഗോ മാർട്ടിയും വലിയ ലോഡ്ജിലും റൂമൊക്കെ തെരഞ്ഞു പോയി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വയറുവേദനായിട്ടാണ് നിർത്തം. തിരുവനന്തപുരത്ത് ഒരു പിടുത്തമില്ല. ഏത് അങ്ങാടിയാന്നൊരു പിടുത്തമില്ല. എല്ലാ ടോയ്ലറ്റും പൊട്ടി. AKG സെന്ററിലേക്ക് കയറിയപ്പോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ബ്രാഞ്ച് സെക്രട്ടറി ഇവിടുന്ന് വിളിക്കുകയാണ്. അപ്പൊ അവന്റെ ഫോണിൽ പറഞ്ഞത് താങ്കൾ ക്യൂവിലാണ് ഈ നേരത്തെ ആ കിടന്നിരുന്ന കൂടിയായി എന്ത് ചെയ്യും? അപ്പോഴാണ് ആരോ പറഞ്ഞത് ആ കൈരളി ചാനലിന്റെ പറമ്പ് ഒഴിഞ്ഞു കിടക്കണം. ഈ വിവരറിയേണ്ട താമസം സംയുക്ത ആഭിമുഖ്യത്തിൽ മതിലെടുത്തയാടി സംസ്ഥാന അടിസ്ഥാനത്തിൽ കാര്യമായിട്ട് നിർവഹിച്ചു. അപ്പോഴാണ് നമ്മൾ തോമസ് ഐസക് പറഞ്ഞത് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഈച്ച പോലും കടക്കില്ല. കാരണം ഫുള്ള് ഈച്ചകളും കൈരളി ചാനലിന്റെ പറമ്പിലായിപ്പോയി. ഒന്നു മാറ്റിച്ച് നിങ്ങളെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ വയറുവേദന വന്നിട്ട് വിപ്ലവം പൊട്ടിയത്? നിങ്ങളുടെ സമര വീര്യത്തിന്റെ പരിപ്പെടുത്ത് വറുത്ത് പൊടിച്ച് കരിച്ച് കയ്യിൽ കൊടുത്തു പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ. അറിയോ? വല്ലാത്ത സംഭവമല്ലേ? നിങ്ങൾ പറയും നിങ്ങളാണ് ബുദ്ധിജീവി. വലക്കെ നിങ്ങൾക്കൊരു ബുദ്ധിയില്ല. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ 2 പമ്പേഴ്സ് വാങ്ങാനുള്ള ബുദ്ധി ഉണ്ടായില്ല. നിങ്ങൾക്ക് 4 ദിവസമെങ്കിലും ആ സമരം നീട്ടിക്കൊണ്ടാൻ സാധിച്ചിരുന്നില്ല. ആ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കണം, ബുദ്ധി എവിടെയെന്നുള്ളത്. ഞങ്ങളുടെ നേതാക്കന്മാര് കണ്ടോ? ഇപ്പൊ ഞങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ? സമരം പൊട്ടി പാളീസായി. എല്ലാ നിലക്കും പോയി. എന്നിട്ട് പിണറായി പറഞ്ഞു VS-നോട്, നിങ്ങൾ പറഞ്ഞാണ് സമരം വിജയിച്ചിരിക്കണെന്ന്. പണ്ടൊക്കെ മാറ്റിട്ട് പാട്ടി വിജയം വരെയായിരുന്നു സമരം. ഇപ്പൊ വിജയൻ പറയുന്നത് വരെയാണ് സമരം. വിജയം തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങുക, വിജയം നിർത്താൻ പറഞ്ഞാൽ നിർത്തുക. ജന്മത്തിൽ ഇഞ്ഞോല് ആഹാരം വീട്ടിലുള്ള സമരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിരാഹാര സമരം തുടങ്ങിയത് നമ്മൾ അങ്ങാടിയിലൊക്കെ. നിരാഹാര സമരത്തിന്റെ ഗതി എന്താ? 10 ഏട്ടന്റെ ടോർച്ചിന്റെ ഉള്ളിൽ പുട്ട് വെച്ചിട്ടല്ലോ പോയിരുന്നത്. എന്നിട്ട് ദേശാഭിമാനി കാണിക്കാൻ മക്കനട്ടോ വല്യമ്മ കാണാൻ വന്നിട്ടുള്ള മോനെയാണ്. കാണാൻ വരുമല്ലോ. ആയ കാലത്ത് നോമ്പ് പോൽക്കാത്തപ്പോ എങ്ങനെ ഈ കെടുക്കണമെന്നൊന്നും അറിയണ്ടേ? അത്തായത്തിന് വിളിച്ചു നടത്തിയ കൗന്ന് കിടന്നിട്ടേ നവയിച്ചു ചെല്ലൂല അവന്. കൗന്നിങ്ങനെ കിടന്നിട്ട് വിരുന്നെന്നാലേ മതമല്ല പ്രശ്നം, പൊരിയുന്ന വയറാണ് പ്രശ്നം. നവയിത്തൊന്നും വെച്ചില്ല. നോമ്പ് പോയിക്കണ്ട് കാണാനുള്ള കിടോണ്ട് പോയതല്ലേ തള്ള. അല്ലാതെ നിരാഹാര പന്തല് സന്ദർശിക്കാൻ പോയിട്ടൊന്നല്ല. സമരം പൊട്ടിപ്പാളീസായി അല്ലേ? ഒരു സമരം ക്ലച്ച് പിടിക്കണില്ലല്ലോ. പങ്കാളിത്ത പെൻഷൻ ഇത് എല്ലാം പോയി. എന്നിട്ട് VS-നോട് പറയാ പിണറായി സമരം പിരിച്ചുവിട്ട് നിങ്ങളാണ് പറഞ്ഞാളി. ഈ സാധു ഉറങ്ങി തൂങ്ങി. അതിലിടക്ക് മൂപ്പര് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സഖാക്കളെ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ഇവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് വീട്ടിൽ പോയി വിവരം പറയണം. ഇയാള് പുന്നപ്ര വയലാറിന്റെ സമരനായകനാണല്ലോ. ഇയാള് ശരിക്കും പിണറായി കുയ്യി ചാടിക്കല്ലേ ചെയ്തത്. ഇയാളിരുന്ന് ഉറങ്ങി തൂങ്ങാണ്. അങ്ങനെ ഉണ്ടായത് ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഉറങ്ങി തൂങ്ങണ അബോക്കര് ഏത് നേരത്തും ഇരുന്ന് ഉറങ്ങി തൂങ്ങിട്ടോ. അവന്റെ അടുത്ത് ഒരു ലോക തിരിപ്പനും ഇരിക്കും. ഇവൻ അനിഞ്ഞ അവനെ തിരിക്കലാ പണി. അപ്പൊ ഈ ഉറങ്ങി തൂങ്ങണ അബോക്കറിനോടല്ലാതെ ഹെഡ്മാഷ് എപ്പോഴും ചോദ്യം ചോദിക്കുള്ളൂ. ഹെഡ്മാഷ് ചോദിച്ചു, ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? അബോക്കര് പറയുന്നത്. അബോക്കർ നെറ്റിന്റെ നീച്ചി എത്തിരിക്കണ ഈ തിരുപ്പനോടാ ചോദിച്ചത്. എന്തേ മാഷ് ചോദിച്ചു? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ മാപ്പാന്റെ പേരെന്താ?
അപ്പോൾ നീച്ചെന്ന് കണ്ട് കണ്ണ് തിരുമ്പിട്ട് പറയാണ് കുന്നുമ്മൽ കുഞ്ഞിക്കോയ. അവിടെ കുട്ടികൾ അറിഞ്ഞാടാ രാഷ്ട്രപതി മാറിയ മാരിമാൻ കൊടുക്കുമ്പോൾ രാഷ്ട്രപതി പറയുന്നില്ല. എന്ത് സംഭവം എന്നറിയും. ഇവൻ തിരിച്ചതാണ് ഈ തന്തനൊക്കെ എന്തി ചാടിച്ചതല്ലേ പിണറായി. ഇയാള് പറയണ്ട നിങ്ങൾ അവിടെ ഇരുന്നോളി സഖാക്കളെ, ഞാൻ നിങ്ങളൊപ്പൊന്നും ഇല്ല, കഴിയുന്നില്ല. VS ഇപ്പൊ അകത്തോ പുറത്തോ എന്നുള്ള അവസ്ഥയിലാണ് അല്ലേ. ആം ആദ്മിക്കാരെ ക്ഷണിക്കുന്നുണ്ട്. ആം ആദ്മി ആയാലും മുമ്പ് ദൂസരാത്മിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സംഗതി പൊട്ടിപ്പാളിസാവുക. അതല്ല പിണറായിക്കൊന്നും ആദ്യത്തെ പോലെ സംസാരം വരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ പാർട്ടി തീരുമാനിച്ചത്? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കരിങ്കൊടി വീശണ്ട, മുഖ്യമന്ത്രിനെ തടുക്കണ്ട. ഹേയ്, മെഡിക്കൽ കോളേജിന്റെ അവിടെ മുഖ്യമന്ത്രിനെ തടുക്കാൻ വന്നത് മുഖ്യമന്ത്രി വരാത്ത വഴിയിൽ. എന്നിട്ട് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഉദ്ഘാടനം താനൂര് അവിടെ പോയി തടുക്കാം, ഇവിടുന്ന് തടുക്കാം. അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി അവിടെ തടുത്തോട്ടെ, നമ്മളിപ്പാണ്ട് പോകണ്ട. അവിടെ ലോക്കൽ കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റിയിൽ മറ്റാൾ പോയി തടുത്തോട്ടെ. ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. ചുരുക്കത്തിൽ നിങ്ങളിങ്ങനെ ഉമ്മൻചാണ്ടിനെ എതിർക്കുമ്പോ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ വില കൂടി 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 വരിക. എന്നാ ഉമ്മൻചാണ്ടിനെ എതിർക്കണ നിങ്ങളെ എതിർത്തപ്പോ സന്ധ്യ എന്ന് പറഞ്ഞ പെണ്ണിന് ഒറ്റയടിക്ക് 5 ലക്ഷം കിട്ടിയത്. അത് വല്ലാത്ത കിട്ടലല്ലേ. ആ പെണ്ണ് പെമ്പറന്നോൾക്ക് 5 ലക്ഷം കിട്ടിയതിന് ശേഷം പിന്നെ സകല പെണ്ണുങ്ങളും മാപ്പിളാരോട് പറയാത്തത്. നിങ്ങളൊരു വിവരം പറയുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് പോയിരിക്കില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ലോട്ടറി അടിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? സംഭവം വല്ലാത്തൊരു സംഭവമല്ലേ. നിങ്ങളെ ജീവിത ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ മാർക്കറ്റ് കൂടി കൂടി വരികയാണ്. കണ്ടോ, നമ്മളെല്ലാം കൊടുക്കുക. മെഡിക്കൽ കോളേജും സ്ഥാപനവും സംവിധാനവും ഒക്കെ. ഇവിടെ ആളുണ്ട്, പഠിക്കാൻ കുട്ടികളുണ്ട്, ഇപ്പോഴും സീറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ ഫെഡറേഷൻ കപ്പ് തുടങ്ങിയപ്പോ അത്ഭുതം നമ്മൾ കണ്ടല്ലോ. ഫെഡറേഷൻ കപ്പ് ഇവിടെ തുടങ്ങിയപ്പോ ടിക്കറ്റ് കിട്ടാത്തവർ പുറത്തേക്കാണ്. എന്നാൽ ഇതേ സമയത്ത് കൊച്ചിയിൽ ഫെഡറേഷൻ കപ്പ് നടക്കണ്ടല്ലോ. ഗാലറിയിൽ പൂച്ചല്ലേ കയറി കുത്തിറങ്ങിയത്. ഇവിടുത്തെ സമീറിനോട് വെല്ലിപ്പോ ഹാഫ് ടൈമിന്റെ സമയത്ത് പറഞ്ഞ് സമീറെ ആ കളി ഒന്നാണ് എടുത്താണ്. ഹാഫ് ടൈമിന്റെ സമയത്ത് അവൻ ബോളേറ്റ് ഇങ്ങനെ കാട്ടൻ തന്നത് മോഹൻ ബഗാന്റെ ആൾക്കാര് സോഡേറ്റായി ഇരുത്തിരുന്നിട്ട് ഗ്യാസാണ്ട് കഴിഞ്ഞ് കുടിക്കാൻ പറ്റിയില്ല. എന്താ സംഭവം അറിയാം? അത്ഭുതം കണ്ടിട്ട് നമ്മളെ കുട്ടികൾ ഇങ്ങനെ ഹാഫ് ടൈമിന് പ്രദർശന മത്സരം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ കയ്യിലെന്നെ എടുത്താൽ അത് പൊന്നാക്കി കാണിക്കുന്ന മലപ്പുറം. ഈ മലപ്പുറം ജില്ലക്ക് എന്ത് കിട്ടിയാലും ഇപ്പൊ മെഡിക്കൽ കോളേജ് മനോഹരമായി നടത്തുന്ന പാലം, എന്തെല്ലാം സംവിധാനങ്ങൾ, എന്തെല്ലാം സംവിധാനം. ഇവിടേക്ക് ഇതൊന്നും മുമ്പ് കൊണ്ടുവരുമ്പോ വലിയ എതിർപ്പാണ്, എല്ലാവരും എതിർക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടിനോടുള്ള ദേഷ്യം എന്താണെന്ന് അറിയാം. അപ്പൊ ഇവിടെ എല്ലാം ആളുണ്ട്. മെഡിക്കൽ കോളേജ് വന്ന ആദ്യം ചേർന്ന കുട്ടിയുടെ പേര് അശ്വതി എന്നാണ്. ലീഗിന് മാത്രം ഇവിടെ ഒന്നുമില്ല. ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ ലീഗിന് മാത്രം ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാവും. ഒരു ആയുർവേദ സർവകലാശാല സമദാനി ചോദിക്കുന്നു, ലീഗിന് മാത്രം അവിടെ ഒരു ലേഹ്യം ഉണ്ടോ? പിന്നെ എന്തിനാണ് ഈ അലോഹ്യം? വെറുതെ കുഴപ്പമുണ്ടാക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ലീഗ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്നു നാട്ടിൽ. എന്നാ നിങ്ങളോ? നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധി മദ്രസ ഗ്രാന്റ് എന്നൊക്കെ പറയാന്നല്ലാതെ കൊടുത്തിരുന്നോ? നിങ്ങളെ ബജറ്റും ഞങ്ങളെ ബജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളെ ബജറ്റ് ലീഗ് ബീരാന്റെ കത്ത് പോലെയല്ലേ? ലീഗ് ബീരാന്റെ കത്തിൽ പറയുന്നത് ഞാൻ അബുദാബിയിൽ നിന്ന് 1 ലക്ഷം അയക്കുന്നുണ്ട്, അത് കിട്ടിയാൽ അമ്മോശന് 1000, അമ്മായിമാക്ക് 2000, മരുമകൾക്ക് 3000 എന്നിങ്ങനെ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിപ്പോ പണിയില്ല, എന്റെ കയ്യിൽ പൈസയില്ല. എന്താ ഇത് കാര്യം? അതുകൊണ്ട് വളരെയും ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ കൊടുക്കുക. മെഡിക്കൽ കോളേജ് എന്താ പിടിച്ചോ കൊടുത്തോ. മലയാളം സർവകലാശാല പടച്ചോനെ മറക്കാൻ പറ്റോ? അറബ് നാട്ടിൽ പണി വേണം, അറബ് നാട്ടിലെ പണവും വേണം. അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ച് എന്റെ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും കൽബ് കൊടുത്ത് കരൾ കൊടുത്തിട്ടാണ് അറബ് ഭാഷ സംരക്ഷിച്ചത്. അന്നിന്റെ CH-നുണ്ട് നിയമസഭയിൽ ഒരു ആട്ടലാട്ടിയിട്ട്, ഓ അക്ഷരവിരോധി, മലയാളത്തിന്റെ ശത്രുവേ. എന്താ കാര്യം? ചന്ദ്രികയിൽ അങ്ങൊരു ലേഖനം വന്നു. അറബി ഞങ്ങളുടെ മാതൃഹൃദയം പോലെ ബന്ധപ്പെട്ടതാണ്. സ്പീക്കർ റൂളിംഗ് നൽകി CH-ന്റെ പത്രാധിപർ, ചന്ദ്രികയുടെ പത്രാധിപരെ കൊണ്ടുവന്ന് മാപ്പ് പറയിക്കണം. CH പറഞ്ഞു, ഇല്ല, മലയാളിക്കൊരു മാതൃഭാഷയേ ഉള്ളൂ, അത് മലയാളം തന്നെ, ഞാൻ മലയാളിയാണ്. പക്ഷെ CH അന്ന് വൈകിട്ട് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗം? ഞങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ആദ്യമായി പിറന്നു വീണാൽ ഞങ്ങളുടെ കാതിൽ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അറബിയാണ്. ഞങ്ങൾ കണ്ണടക്കുമ്പോൾ ഞങ്ങളുടെ കാതിൽ കേൾക്കാനും ചുണ്ടിൽ മന്ത്രിക്കാനും ആഗ്രഹിക്കുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും അറബിയാണ്. ഞങ്ങളെ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ചുറ്റും കൂടിയവർ 3 പിടി മണ്ണ് വാരിയിടും. അവർ ചൊല്ലും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, അതും അറബിയാണ്. അങ്ങനെ ജനനം തൊട്ട് മരണം വരെ, മണ്ണിലേക്ക് പോകുന്നത് വരെ അറബിയോട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് മക്കളെ.
ആ ബന്ധത്തിന്റെ പേരാണ് പൊക്കിൾക്കൊടി ബന്ധം. ആ പൊക്കിൾക്കൊടി ബന്ധം മാതാവിനോട് ബന്ധപ്പെട്ടതാണ്. ആ ബന്ധമാണ് ചന്ദ്രിക പറഞ്ഞത് മാതൃഹൃദയം പോലെ. ഓ അക്ഷരവിരോധി, ഓ മലയാളത്തിന്റെ ശത്രുവെ, പിറ്റേ ദിവസം വിളിച്ചു. എന്റെ CH വഫാത്തായല്ലോ. പിന്നെ കസേരയിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുടെ പേരാണ് മക്കളെ ഔക്കാദർ കുട്ടി നഹ. ആ നഹ സാഹിബിന്റെ രക്തത്തിൽ പിറന്ന പുന്നാര മോനാണ് അബ്ദുർ റബ്ബ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മറ. ഇന്ന് അബ്ദുർ റബ്ബിന്റെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ മലയാള വിരോധി, മലയാളത്തിന്റെ ശത്രുവെ എന്ന് വിളിച്ചവര് ജീവിച്ചിരിക്കേ CH വഫാത്തായ ശേഷം ഔക്കാദർ കുട്ടി നഹയുടെ മോൻ ഇതാ മലയാളം സർവകലാശാല കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, 1000 ടൈം അൽഹംദുലില്ലാഹ്. എന്റെ CH ഇപ്പൊ ഹയാത്തിലില്ല. CHനെ അക്ഷരവിരോധി എന്ന് വിളിച്ചവരൊക്കെ ഹയാത്തിലുണ്ട്. എന്നാൽ അവരെ മുഖത്ത് നോക്കി തിന്നടാ തിന്നോ എന്ന് പറയാൻ എന്റെ CH ഹയാത്തിലുണ്ടായില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ. പെണ്ണുമക്കളെ നമ്മളെ കൂട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ നമ്മളവര് ഭയപ്പെടുന്നത്. ഞാനിപ്പോ ചോദിച്ചതൊക്കെ കിട്ടുന്നത് പാല ഉദ്ഘാടനം, ഇവര് സരിത ഗിരിത അങ്ങനെ പോകാൻ. ഈ മറ്റോരിങ്ങനെ പാല ഉദ്ഘാടനം, തോട് ഉദ്ഘാടനം, റോഡ് സംവിധാനം ഇതൊക്കെ ആയിട്ട് പോവുക. അവർക്ക് ഇതൊന്നും നേരില്ല. ഈ VS ഒന്നും ഈ ചങ്ങായിക്ക് ഓരോ പള്ളി കേസ് തന്നെ. ആ കേസ് എന്തായി, ഈ കേസ് എന്തായി, മറ്റേ കേസ് എന്തായി. ഇപ്പൊ പിണറായി പറഞ്ഞ TP ചന്ദ്രശേഖരന്റെ കേസ് ഓല അന്വേഷിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പാമോയിലും കേസ് ഉമ്മൻചാണ്ടി അന്വേഷിച്ചോട്ടെ, കുഞ്ഞാപ്പ ഐസ്ക്രീം കേസ് അന്വേഷിച്ചോട്ടെ. സംഗതി കഴിഞ്ഞല്ലോ, എത്ര എളുപ്പം കഴിഞ്ഞപ്പോ അവനാൻ തന്നെ കേസ് അന്വേഷിക്കും. നിങ്ങൾ കേസ് അന്വേഷിച്ച അവസാനം എന്താ ഉണ്ടാകുക? അവസാനം മാറ്റിട്ട് പറയും TP ചന്ദ്രശേഖരെ കൊടി സുനിനെ അങ്ങോട്ട് വെട്ടിയപ്പോ ഓന്റെ മേത്തിട്ട് ഇങ്ങോട്ട് തെറിച്ചിട്ടാണ് വെച്ചത്. അപ്പൊ ഹംസാക്ക പറയും അങ്ങനൊന്നും പറയണ്ട ചെങ്ങായിമാരെ, അത് അസ്രായിൽ റൂവിനെ പിടിച്ചതാന്നാണ് പറഞ്ഞാൽ പോരെ. ഹംസാക്ക പൊന്നാര മക്കളെ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് കഴിയുക ഇല്ലേ? അവരെ കാണാൻ പോയല്ലോ നിങ്ങൾ മാർക്കറ്റ് കുറെ ആരെ കൂടെ നിൽക്കേണ്ടെന്ന് പിടുത്തില്ല. കൊടി സുനി, അണ്ണൻ സുജിത്തും കിർമാണി മനോജൊക്കെ വിധി വന്നപ്പോ കുഞ്ഞനന്ദൻ എങ്ങനെ കുടുങ്ങിയെന്ന് മനസ്സിലായില്ല എന്ന് പിണറായി ഇങ്ങനെ പറഞ്ഞപ്പോ കുഞ്ഞനന്ദന് മാത്രം പറയാം, ഞങ്ങളെ പറയുന്നില്ലേ, ബാക്കി ഞങ്ങൾ പറഞ്ഞാലാണ് ഇങ്ങനെ നിൽക്കുക പോലും. ഫോൺ ചെയ്താൽ വിവരം അറിയുന്നുള്ളത് കൊണ്ടാണ് കൊടി സുനി ഇവരൊക്കെ പറഞ്ഞ് ഇവിടെ വരാൻ പറയവരോട് നേരിട്ട് കുറച്ച് വർത്താനം പറയണ്ടായിരുന്നു. അങ്ങനെയാണ് CPM-ന്റെ 2 MLA-മാർ ജയിലിൽ പോണ്. ജയിലിൽ പോയിട്ട് പറയും ഓൽക്ക് അവിടെ ഒരു സുഖമില്ല. തല്ലിട്ടിനോടത്ത് എങ്ങനെയോട് സുഖം ഉണ്ടാകുക? അത് ജയിലല്ലേ, അത് റെയിലല്ലല്ലോ, അത് ജയിലല്ലേ. അവിടെ ജയിലിൽ പോയിട്ട് ഇവര് പോയി സന്ദർശിച്ചിട്ട് വന്നറിയാം അടുത്ത പീഡനാണ് അവിടെ. വമ്പിച്ച വിഷമം. ഓലെ കുടുംബക്കാരെ ഇരുത്തിയില്ലേ രമക്കെതിരായിട്ട്. ഇന്ന് രമങ്ങൾ ഇരുന്ന മാതിരി സമരല്ല ഇരുന്നത്. രമ 1.5 ദിവസം കൊണ്ട് CBI അന്വേഷണം നേടിയെടുത്ത് ഓളെ കണ്ട് പഠിക്കങ്ങള്. ഒരു പെണ്ണൊരുത്തി ഇരുന്നിട്ട് കണ്ട് 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ 1000 പിണറായിക്ക് അരരമ എന്ന് പറയുന്ന പരുവത്തിലേക്കല്ല കേരളം പോയത്. ഇപ്പൊ ഒരു പിടുത്തമില്ല. പിണറായി എന്തൊക്കെ പറയുന്ന ആകെ പ്രശ്ന. എന്താ മണച്ചുറ്റുപാട്ടിന്റെ സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ അതപ്പൊ ഉമ്മൻചാണ്ടിനെ തടുക്കണില്ല, ഇന്നും കഴിഞ്ഞു. ഇനി എന്ത് സമര? ഇപ്പൊ അവസാനം അവര് പറഞ്ഞെന്താ അറിയോ, നമുക്ക് കരിങ്കോടിയും വീശണ്ടാന്ന്. കാരണം കർപ്പശീല കിട്ടാനില്ല എന്ന് തുടങ്ങിയ വീശല അതും കഴിഞ്ഞു. ഇപ്പൊ അവസാനം പറയാം നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യണം, നമുക്ക് ചെറിയ സമരം. ഇത് ഏതുപോലെ അറിയോ, പണ്ട് വൈഫായ ഒരു മഹല്ല് കമ്മിറ്റി ഒരു കാതികനെ തെരഞ്ഞുപോയി. കഥാപ്രസംഗം അവതരിപ്പിക്കണം, ഞങ്ങൾക്ക് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ കഥ അവതരിപ്പിക്കുമ്പോ എന്ത് ചെലവുണ്ട്? അയാൾ പറഞ്ഞു പാടുന്ന കുട്ടികൾക്ക് ഒരു 5000 വെച്ച് കൊടുക്കണ്ടേ. അപ്പൊ ഒരു 10. കഥ അവതരിപ്പിക്കണ എനിക്ക് ഒരു 10, ടോട്ടൽ 20,000. അപ്പൊ പോയവര് പറഞ്ഞു ഇത്രയൊക്കെ ചെലവുണ്ട്, അത് എന്ത് കഥയാണ്? അപ്പൊ ഓല് പറഞ്ഞു, കാതികം പറഞ്ഞു ഇത് അവസാന നാളുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമാണ്. അത് പറയുമ്പോ പിന്നെ ഭയങ്കര ചെലവാണ്. അതിനെന്താ അത്ര ചെലവ്? അതിൽ ദജ്ജാലിനൊക്കെ കൊല്ലാനുള്ളതാ, ഭയങ്കര ചെലവാണ്. അപ്പൊ പോയവര് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ദജ്ജാലിനെ കൊല്ലണമെന്നൊന്നുമില്ല, ചെറുതാക്കി ഒന്ന് വേദനാക്കി വിട്ടാലും മതിയാണ്. അപ്പൊ കാതികൻ ചോദിക്കാണ് നിങ്ങൾ ഏത് മഹല്ല് കമ്മിറ്റിയാണ്, നിങ്ങൾ ആരെ പറഞ്ഞയച്ചത്? ദജ്ജാലിനെ കൊല്ലാതെ എന്തത്ത് ഖിയാമത്താണ്, ആരോടൊക്കെ പറഞ്ഞയച്ചത്? അപ്പൊ പോയവര് പറഞ്ഞു നിങ്ങൾക്ക് ദജ്ജാലിനെ കൊല്ലണം അത്ര നിർബന്ധം ഉണ്ടോ? ആ നിർബന്ധമുണ്ട്. എന്നാ ഞങ്ങളെ മഹല്ലിൽ നിന്ന് കൊല്ലണ്ട, അങ്ങനെ മഹല്ലിൽ എന്ന പോലെ ഈ സാധുക്കൾ ഉമ്മൻചാണ്ടിനെ ഇവിടുന്ന് തടുക്കണ്ട, അവിടുന്ന് തടുത്താൽ മതി. പൊന്നാര മക്കളങ്ങളെല്ലാം ആഫീസും പോക്കി. നിങ്ങളെ പാർട്ടിയിൽ ഇപ്പൊ ആരുമില്ല, എല്ലാവരും ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യണൊരു പണി എന്താ അറിയാം, കണ്ണൂരും കാസർഗോഡൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളെ സംഘടിപ്പിക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് മാർബിളിന്റെ പണിക്കുന്നവര്, രാജസ്ഥാനിൽ നിന്ന് വന്ന സാധുക്കള്, ബംഗാളികളുണ്ട് സവർമ കുബൂസ് ഉണ്ടാക്കുന്നവർക്ക്. ഇവരൊക്കെ വിളിച്ചിട്ട് പറയുക കൊടി കെട്ടിക്കണം, കൺവെൻഷൻ ഉണ്ട്, കയറിക്കോൾ. അന്യസംസ്ഥാന പണ്ടൊക്കെ CPM പറഞ്ഞിരുന്നത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയെന്ന്. ഇപ്പൊ പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ സംഘടിക്കുകയും. അങ്ങനെ ഇവരൊക്കെ വിളിച്ചു വരുത്തിട്ട് പോവുക. പക്ഷെ ബംഗാളി ഈ കൊടി എന്താ കണ്ടെന്നുണ്ട്.
കണ്ണൂരിലെ കൺവെൻഷനിലെ ബംഗാളി കുറഞ്ഞിരുന്നു. ബംഗാളി എങ്ങനെ വരിക? 10-35 കൊല്ലം ഇത് കണ്ടും മടുത്തിട്ട് തടി സലാമത്താക്കിയല്ലേ ചെന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ശ്വാസം വിട്ടിട്ട് ഞായറാഴ്ച ഒന്ന് എണ്ണയിച്ച് കുളിച്ചിട്ട് നമ്മളെ ഈ വണ്ടൂർ അങ്ങാടിയിലൊക്കെ ഒന്ന് ദേരാദുബായിൽ നിൽക്കുന്ന ഏരിയയിൽ നിൽക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ബംഗാളി. ആ ബംഗാളിക്ക് നിങ്ങളെ ചെങ്കുടിയായിട്ട് എന്താ കാര്യം? ഇത് കണ്ട് പേടിച്ച് പോന്നതാണ് അവിടുന്ന്. പിന്നെ ഇത് ഈ കൊടി വെച്ച് ആട്ടക്കാനും വരുമോ? ആ കൊടി കണ്ട് പേടിച്ചോ പിന്നെ ഈ കൊടി എന്താ വരുമോ? പള്ളിപ്പറമ്പെന്ന് പേടിച്ചു വരും. പിന്നെ ഖബറിനെ പറ്റി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ ആരാ വരിക? ആരും വരില്ല. അതുകൊണ്ട് പൊന്നു മക്കളെ, ഈ പച്ച ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.